89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് ഉയരെ ഷോ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു റീലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു റീൽ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നു. ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാനായിട്ട് ഈസി എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം ഇൻ ഫ്യൂച്ചറിൽ കോണ്ടന്റ് ക്രിയേഷൻ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റഗ്രാം റീൽസിലാണെങ്കിലും അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഫാക്ടർ. സോ ആ വീഡിയോൻ്റെ എഡിറ്റിംഗ് ഏറ്റവും ബെസ്റ്റ് ആവുന്നോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും എന്നുള്ള രീതിയിൽ. സോ അതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് വീഡിയോസ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഓഫർ ചെയ്യുന്നു, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നൊക്കെ രീതിയിൽ ഒരുപാട് ഓഫർ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ കാണുന്നു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിറയെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മീഡിയ റിലേറ്റഡ് കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ്. കാരണം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരി, ഇതിൽ ഏതാണ് തെറ്റ്, നമ്മൾ ഇതിൽ പെട്ടുപോവാതെ നമ്മളെ തന്നെ സൂക്ഷിക്കണം. സോ ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഉയരയിലൂടെ നമ്മളിതെല്ലാം കേട്ടറിയാനായിട്ട് പോവുകയാണ്. നമുക്കുള്ള സംശയങ്ങളൊക്കെ തീർപ്പാക്കാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് Dr. Father Jimon Jose, HOD, Department of Film and Media Studies Department from BVM Holy Cross College, Cherpungal. Father, welcome to the show. Thank you. സോ വച്ചാൽ നമ്മൾ ഈ ഒരു മൾട്ടിമീഡിയ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, എഡിറ്റിംഗ് തുടങ്ങിയ എല്ലാത്തിനെയും കൂടെ നമ്മളൊരു ഒരൊറ്റ അംബ്രല്ല ടേമിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇന്ന് സംസാരിക്കാനായിട്ട് പോവാണ്. അച്ഛന് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇൻട്രോയിൽ പറഞ്ഞ ഒരു സംഭവം അച്ഛൻ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഒരുപാട് റീലുകൾ ശ്രദ്ധിക്കുന്ന ആളാണ്. റീലിന്റെ മാതൃകകൾ നമ്മളുടെ വീഡിയോ എഡിറ്റിംഗിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിൽ മൾട്ടിമീഡിയ എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ കീഴിലാണ്, പ്രോഗ്രാമിൻ്റെ കീഴിലാണ് BA മൾട്ടിമീഡിയ ഹോണേഴ്സ് ആൻഡ് BA വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഹോണേഴ്സ് എന്ന് പറഞ്ഞ 2 പ്രോഗ്രാമുകളുള്ളത്. 2 പ്രോഗ്രാമുകൾ മാത്രമല്ല, അതിന് കൂടെ പല പ്രോഗ്രാമുകളുണ്ട്. വിവിധ കോളേജുകളിലെല്ലാം ഈ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുമുണ്ട്. +2 കഴിഞ്ഞ ഒരാൾക്ക് ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നുള്ളത് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ അതിനെപ്പറ്റി ഫോർവേഡായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും കുട്ടികളുടെ പേരൻസ് ചിന്തിക്കുന്നില്ല. കാരണം അവർ കുറച്ചുകൂടെ ഒരു റിസർവായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഏതാണ്, അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നതുകൊണ്ട് പൊതുവെ മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ സംശയങ്ങളായിട്ട് വരാറുണ്ട്. മൾട്ടിമീഡിയ പഠിച്ച ജോലി കിട്ടുമോ അച്ഛാ, അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച ജോലി കിട്ടുമോ അച്ഛാ, അങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് മാതാപിതാക്കൾ എൻക്വയറിക്ക് നമ്മുടെ കോളേജുകൾ വരുന്നുണ്ട്. ഞാൻ ചെറുപ്പുങ്ങൽ കോളേജിലാണ്. മറ്റ് കോളേജുകളിലും ഈ ഒരു കോഴ്സുകൾ, MG യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളുണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആക്ച്വലി ഇത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനും മൾട്ടിമീഡിയയും ഒരു മൾട്ടിമീഡിയ എന്ന് പറഞ്ഞ ഒന്നിന്റെ കീഴിലാണ് MG യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാച്ചലർ ഓഫ് ആർട്സ് ഇൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ബാച്ചലർ ഓഫ് ആർട്സ് ഇൻ മൾട്ടിമീഡിയ എന്നാണ് പറയുന്നതെങ്കിലും ഇതിനകത്ത് മൾട്ടിമീഡിയ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു സിനിമ മേഖലയിലേക്കാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ കൂടുതലായിട്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം പറഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, റീലുകൾ വളരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. കമ്പനികളിലേക്ക്, കമ്പനി അഡ്വർടൈസിങ് മേഖലയിലേക്ക് ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയൊരു ചായവുണ്ട്. ജേർണലിസം അല്ലെങ്കിൽ അഡ്വർടൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചായവുണ്ട്. അതുകൊണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പം സിനിമാ മേഖലയിലേക്ക് മാത്രമല്ല, ഒരു അഡ്വർടൈസ്മെന്റ് ഫെയിമിൽ എങ്ങനെ ഇടപെടണം, എങ്ങനെ നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് ഇറക്കണം, എന്താണ് ഒരു കാച്ചിങ് സംഗതി എന്താണെന്ന് മനസ്സിലാക്കുന്നത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സിലും ആണ്. പക്ഷെ രണ്ടിന്റെയും ബേസ് കിടക്കുന്നത് സെയിം ആണ്. ഫോട്ടോഗ്രാഫി തുടങ്ങി അവസാനം ഒരു സിനിമ ഇറക്കുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക് ആയിട്ട് ഈ 2 കോഴ്സുകളിലും നിലവിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇത് പഠിച്ചിറങ്ങിയാൽ, അവൻ പഠിക്കാൻ തയ്യാറായാൽ, പഠിച്ച് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, ജോലി 100% ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ ഞാൻ 100% ഉറപ്പ് തരുന്നു. കാരണം ഞാൻ BA ഫിലോസഫി പഠിച്ചതിന് ശേഷം ഞാൻ MA മൾട്ടിമീഡിയ പഠിച്ച ആളാണ്. MA മൾട്ടിയുടെ MG യൂണിവേഴ്സിറ്റിയിൽ ഞാൻ 2023 4ാം റാങ്ക് നേടിയ ഒരാളാണ്. ഞാൻ MA മൾട്ടിമീഡിയയിൽ നേടി. ഞങ്ങൾ അച്ഛന്മാർ ഒരുമിച്ച് കുറച്ച് പേര് പഠിച്ചിരുന്നു. അങ്ങനെയാണ് MA പഠിച്ചത്. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഇഷ്ടമാണ്. വീഡിയോ എഡിറ്റിംഗ് കോഴ്സ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഫോട്ടോഗ്രാഫി കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനകത്ത് ആഫ്റ്റർ എഫക്ട്സ് ഞാൻ പഠിച്ചു, പ്രീമിയർ പ്രോ പഠിച്ചു, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ പഠിച്ചു. നിലവിൽ ഇത് പഠിച്ചിറങ്ങി ഞാൻ എൻ്റെ പരീക്ഷ പൂർത്തിയാക്കുന്നതിന് മുന്നേ ഞാൻ പഠിക്കാൻ വേണ്ടി കയറി കോളേജിൽ.
പഠിപ്പിക്കാൻ വേണ്ടി കയറി. പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുന്നേ എന്നെ പഠിപ്പിക്കാനായിട്ട് ഫോർത്ത് റാങ്ക് ആയതുകൊണ്ട് മാത്രമല്ല എനിക്ക് പഠിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഹരമാണ്. അപ്പൊ ഞാൻ ആ സമയം തന്നെ, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ കൂടെ ഉള്ളവരെയും പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. ഇതിനൊരു ബേസ് ഉണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. അതായത് കൊറോണ സമയത്താണ് ഈ മൊബൈലിൽ ഈ ഫുൾ സ്ക്രീൻ ആയിട്ട് സ്റ്റാറ്റസുകളൊക്കെ വരാൻ തുടങ്ങിയത്. അത് ഭയങ്കരമായിട്ട് എന്നെ അട്രാക്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊന്ന് പഠിച്ചെടുക്കണമല്ലോ എന്നുള്ളത് ഞാൻ സത്യത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ആപ്ലിക്കേഷൻ മതി. എലൈറ്റ് മോഷൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ സ്റ്റാറ്റസ് ചെയ്യാം. അങ്ങനെ ഞാനത് ചില വീഡിയോകൾ കണ്ട്, അങ്ങനെ അധികം വീഡിയോകളൊന്നും യൂട്യൂബിൽ ഇല്ല, അങ്ങനെ വീഡിയോകൾ കണ്ട് പിന്നെ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പം ഞാൻ ഫുൾ സ്ക്രീൻ ആയിട്ട് ഈ ഷോയുടെ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അപ്പൊ അങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ ഇതിനൊരു പേരിടണല്ലോ. എനിക്ക് ഇങ്ങനെയോട് ഒരു സോഷ്യൽ മീഡിയയുടെ താല്പര്യമുള്ള ഞാനൊരു പേരിട്ട് ഈ ഷോ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയയുടെ പേജ്. അപ്പൊ അത് വാട്സപ്പും ഉണ്ട്, ടെലഗ്രാമും ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇതിൽ ഫുൾ സ്ക്രീൻ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ പിള്ളേർ യൂത്ത് ആയിട്ടുള്ളൊരു അച്ഛാ ഇത് എങ്ങനെയാണ് ഈ ഫുൾ സ്ക്രീനിൽ ഈ സംഗതി വരുന്നതെന്ന് ചോദിച്ചു. അപ്പം എനിക്കിത് എല്ലാവരോടും ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഓരോരുത്തരോട് പറയാൻ തുടങ്ങിയപ്പോൾ അടുത്ത ആളും ചോദിക്കുന്നു. അപ്പോൾ ഒരു പൊതുവെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് എന്നാ പിന്നെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിയേക്കാം, യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഫാദർ ടെക് എന്ന പേരിൽ, അതായത് അതേ സമയം അച്ഛനാണ് ഫാദർ, FATHEയാണ്, ഫാദർ പ്ലസ് ടെക്കി ആയതുകൊണ്ടാണ് ഞാൻ ഫാദർ ടെക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ചാനൽ തുടങ്ങി. അതിലിങ്ങനെ എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ഉണ്ടാക്കാം, 30 സെക്കൻഡിന്റെ വീഡിയോ ഉണ്ടാക്കാം. അന്നൊക്കെ സ്റ്റാറ്റസ് 30 സെക്കൻഡ് ആയിരുന്നു. ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് ഞാനത് പതിയെ ഓരോ ദിവസവും ഓരോ കണ്ടന്റ്, ആഴ്ച 2 വീഡിയോകൾ ഇട്ടിട്ടിങ്ങനെ തുടങ്ങി. അങ്ങനെ വെറും 600 സബ്സ്ക്രൈബർ ആയിരുന്നു എന്റെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തി. ചാനൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ 12,000 സംതിങ് ഉണ്ട്. പക്ഷെ ഞാനിപ്പം ഞാൻ പാലാ രൂപതയുടെ മീഡിയ കമ്മീഷന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ചാനലിലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പരിപാടികളെല്ലാം കളർഫുൾ ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഫാദർ ടെക് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സംഗതി വീഡിയോ എഡിറ്റിങ് പഠിപ്പിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് എന്നെ പഠിപ്പിക്കാനായിട്ട് കയറ്റിയത്. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ പഠിപ്പിക്കാനായിട്ട് കയറ്റി. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിപ്പിക്കാൻ കയറ്റിയത് കൊണ്ട് മറ്റുള്ളവർക്ക് ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇതിനെപ്പറ്റി എല്ലാവരും ഒന്ന് അവെയർ ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കിട്ടുന്ന വേദികളിലൊക്കെയും നമ്മളിങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ചെറിയ വർക്ക്ഷോപ്പ് നടത്താനും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതിനോടൊരു അഭിരുചി ഉണ്ടെന്ന് ഒരാൾക്ക് നമുക്കൊന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ വളർത്തിയെടുക്കാനുള്ള സാധ്യതകളെല്ലാം വ്യക്തിപരമായിട്ടും അതോടൊപ്പം തന്നെ നമ്മളുടെ സംഘടനകളും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കാറുമുണ്ട്, വളർത്താറുമുണ്ട്. അതിന് സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം. അതുകൊണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ രണ്ടും ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്ന കോഴ്സുകളാണ്. തൂവൽ പക്ഷികളാണ്. പഠിച്ചോ, വർക്ക് ചെയ്യാൻ മനസ്സുണ്ട്, ജോലി ഉറപ്പാണ് നമ്മൾ കരുതി, അതൊരു സംശയമില്ല. ഓക്കെ, അപ്പൊ അത് ജീമോനച്ഛന്റെ വാക്കാണ്. അതെ, ജീമോനച്ഛന്റെ വാക്കാണ്, വാക്ക് സത്യമാണ്. ഓക്കെ, ശുദ്ധമാണ്, വിശ്വസിക്കാം. ഓക്കെ, അച്ഛൻ ഇപ്പം ടെക് യൂട്യൂബറാണ്, ടെക് എഡ്യൂക്കേറ്റർ ആണ്. ഇപ്പം വർക്ക്ഷോപ്സ് നടത്തുന്നുണ്ട് ഈ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട്, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ. അപ്പം അച്ഛന് തന്നെ അറിയാം ഇവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുള്ളത് ഇപ്പം നമുക്കിനി കേട്ടറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഐറ്റംസ് ഉണ്ട് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. പക്ഷേ ഇപ്പം വളർന്നു വരുന്ന കുട്ടീസ് ഉണ്ട്, അതായത് 10th പഠിക്കുന്നവർ, +1 +2 പഠിക്കുന്നവർ, ഇവർ എഡിറ്റിംഗ് ഒക്കെ ചെയ്യും. പക്ഷേ ഏത് വഴിയിലേക്കാണ് പോകേണ്ടത്? യൂട്യൂബ് നോക്കിയായിരിക്കും ഇവരും പഠിക്കുന്നത്. പക്ഷെ ഒരു പ്രോപ്പറായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അവരുടെ ജോലി കുറച്ചും കൂടെ ദൃഢമാക്കുകയാണ് ചെയ്യുന്നത്. സോ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്? മൾട്ടിമീഡിയ വേണോ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ രണ്ടിനെയും വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഈ ഒരു ഫീൽഡ് എത്രമാത്രം ജോലി ഉറപ്പാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും കേട്ടറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ് പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് വീഡിയോ എഡിറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലൂടെ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു എഡിറ്റിംഗ്, ആ ഒരു പിന്നാമ്പുറത്ത് നിന്നാണ് പണി ചെയ്യാനായിട്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കോഴ്സാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിമീഡിയ. ഈ 2 കോഴ്സുകളെ കുറിച്ച് നമ്മൾ ഇന്ന് കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ളത് ഫാദർ ജീമോൻ ജോസ് BVM ഹോളി ക്രോസ് കോളേജ് ചേർപ്പുങ്കലിലെ നമ്മുടെ ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ HOD ആണ്. അവിടുത്തെ ചുക്കാൻ പിടിക്കുന്ന ആളാണ്. സോ അച്ഛൻ ഒരു യൂട്യൂബറാണ്, ഒരു ടെക്കിയാണ്, സ്വന്തമായിട്ട് വർക്ക്ഷോപ്സ് അച്ഛൻ നടത്താറുണ്ട്. സോ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് പേരോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പേരെ സംശയങ്ങൾ അച്ഛൻ നേരിടുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അത് ഈ ഫീൽഡിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അച്ഛൻ അറിയാം. അപ്പം നമുക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ ടെക്നോളജിക്കലി നമ്മൾ അപ്ഡേറ്റഡ് ആവും. അതുപോലെ തന്നെ ചിലവർക്ക് ഇൻബോൺ ആയിട്ട് ഈ ഒരു സ്കില്ലുണ്ട്, അവരുടെ ആ ഒരു കഴിവിനെ അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ മിനുസപ്പെടുത്താനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഈ ഒരു ഫീൽഡ്, നമ്മളൊരു മീഡിയ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു എഡിറ്റിംഗ് ഫീൽഡിൽ ക്രിയേറ്റിവിറ്റി ആൻഡ് ടെക്നിക്കൽ സ്കിൽ, ഇത് ഈ രണ്ടിൻ്റെയും ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ് ഈ ഒരു ഫീൽഡിലുള്ളത്? ഓക്കെ, ഈ ഒരു ഫീൽഡിൽ ക്രിയേറ്റിവിറ്റിയും ടെക്നിക്കൽ സ്കില്ലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമുക്കൊരു തോട്ട്, ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഈ ഐഡിയനെ നമ്മൾ പ്രസവിക്കുക, അത് ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ചിന്തിച്ച്, അത് ക്രിയേറ്റീവ് ആകുന്ന ടെക്നിക്കൽ സ്കില്ലിലൂടെയാണ് ക്രിയേറ്റീവ് ആകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു പോസ്റ്റർ ഉണ്ടാക്കണം. ഒരു പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതായത് വിവിധ പോസ്റ്റേഴ്സുകൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാൾക്കേ ഉള്ളൂ എന്തായിരിക്കണം എൻ്റെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു സംഗതി എന്തായിരിക്കും. അതെ, എന്തായിരിക്കും എൻ്റെ യൂണീക്ക് ആയിട്ടുള്ള ഒരു സംഗതി. അതിനകത്ത് ഫോണ്ടുണ്ട്, കളറുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന ചിത്രങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ പല ഇടങ്ങളിൽ നിന്നും ശ്രദ്ധിക്കുന്നതനുസരിച്ചാണ് എൻ്റെ ആ ഒരു ഐഡിയ വർക്ക് ചെയ്യുന്നത്. ആ ഐഡിയ ഞാൻ ഫോട്ടോഷോപ്പിലേക്ക്, അതായത് ടെക്നിക്കൽ ഞാൻ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് ഫോട്ടോഷോപ്പിലാണ്. ഞാൻ ചെറിയ ചെറിയ പോസ്റ്ററുകളൊക്കെ രൂപതയ്ക്ക് വേണ്ടിയിട്ടും കോളേജിന് വേണ്ടിയിട്ടും വ്യക്തിപരമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാൻ ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ വളരെ ഇൻഫ്ലുവൻസ് ആകുന്ന രീതിയിൽ, വളരെ സിമ്പിളായിട്ട്, അത് കാണുമ്പോൾ ലുക്ക് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഉള്ളൂ അതിന് അഴക് എന്ന് പറയുന്നത്. നമ്മൾ വാരിക്കോരി സാധനങ്ങളൊന്നും നിറയ്ക്കുന്നതിന് പകരം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു അട്രാക്ഷനോടുകൂടി കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളൊരു സംഗതി ചെയ്യുന്നതിന് കുറെ പ്രിൻസിപ്പിൾസോ ഡിസൈൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് സെന്റർ ആവാം, ചിലപ്പോൾ സിമ്പിൾ ആവാം, ചിലപ്പോൾ പാറ്റേൺ ആവാം. അങ്ങനെ ഒരുപാട് ആ പ്രിൻസിപ്പിൾ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നമ്മൾ പഠിച്ചെടുക്കും. അങ്ങനെ പഠിച്ചെടുക്കുമ്പോൾ പിന്നെ നമ്മളുടെ ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ അങ്ങ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി സാധനം പുറത്തേക്ക് വിടാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ അത് ക്രിയേറ്റീവായിട്ട് വന്ന് ടെക്നിക്കൽ സ്കില്ലിലൂടെ ഞാനത് പുറത്തേക്ക് വിടുമ്പോഴത്തേക്കും അതിന് ഔട്ട്പുട്ട് മനോഹരമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ ആപ്പിളിന്റെ ലോഗോ കണ്ടിട്ടുണ്ട്, ഔഡിയുടെ ലോഗോ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് വന്ന ഒരു സംഗതിയല്ല, അതിനൊരു പുറകിലൊരു ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ വളർത്തിയെടുത്താണ് അങ്ങനെ ഒരു ഔട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഇത് രണ്ടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, മാറി നിൽക്കുന്ന ഒന്നല്ല ഐഡിയ, ക്രിയേറ്റിവിറ്റി, ടെക്നിക്കൽ സ്കില്ല്. അതുകൊണ്ട് ടെക്നിക്കലായിട്ടുള്ള ഒരു സ്കില്ല് നിങ്ങൾ സമ്പാദിക്കണമെങ്കിൽ ഇതുപോലെയുള്ള വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ കോഴ്സ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകൾ, അതിലേക്ക്, അതായത് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നവരാണ് ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകൾ. വീഡിയോ പ്രൊഡക്ഷനാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നമ്മുടെ ഒരു ഐഡിയ കൊണ്ടുവന്ന് നമ്മൾ ഔട്ട് വിടാനായിട്ട് ശ്രദ്ധിക്കാൻ നമുക്കിതിലേക്ക് വളരാനായിട്ട് പറ്റും. ഓക്കെ, ഇനിയും എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പാട്ടുകൾക്ക് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും, നമ്മൾ അറിയുന്നതായിരിക്കും ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ജീമോൻ ജോസ്, HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഫ്രം BVM ഹോളി ക്രോസ് കോളേജ് ചേർപ്പുങ്കൽ. അച്ഛൻ, അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ മൾട്ടിമീഡിയ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷനകത്ത് തന്നെ സബ്ബായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് ആ പഠിക്കുന്ന കോഴ്സുകൾ? ഇപ്പം വരുവാണെങ്കിൽ തന്നെ എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഇതൊരു സിനിമാ മേഖലയിലേക്കുള്ള ഒരു കോഴ്സാണ്, ഞാൻ ബേസിക്കലി പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു കോഴ്സ് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ FIGUP, അതായത് 4 year UG പ്രോഗ്രാമിൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് നമുക്ക് മൈനർ കോഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് എടുക്കുന്ന ഒരാൾക്ക്
മൈനറായിട്ട് മൾട്ടിമീഡിയയുടെ ഒരു സംഗതി എടുക്കാനായിട്ട് പറ്റും. അപ്പം ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് മൾട്ടിമീഡിയയുടെ കീഴിലുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ആൾക്ക് ഈ മൾട്ടിമീഡിയയുടെ ഫോട്ടോഗ്രാഫി എടുക്കാനായിട്ട് പറ്റും. വീഡിയോ ആൻഡ് ഓഡിയോ എഡിറ്റിങ്ങിനകത്ത് സൗണ്ടിനെ പറ്റിയുള്ള ഒരു സംഗതി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ബേസിക് ആയിട്ട് ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന ഒരു കോഴ്സ് ആണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്നത് ഫോട്ടോഗ്രാഫി, ബേസിക് ഫോട്ടോഗ്രാഫി ഉണ്ട്. അതായത് ബേസിക് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലിൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ബേസിക് ഫോട്ടോഗ്രാഫി. അതായത് നമ്മൾ ഓട്ടോ മാറ്റി വെച്ചിട്ട് മാനുവലിൽ ട്രയാങ്കിൾ എക്സ്പോഷറാണ്, ഐസോ, അപ്പാർച്ചർ, ഷട്ടർ സ്പീഡ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫോട്ടോ ഏത് ക്യാമറ എന്നാലും എടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ബേസിക് ഫോട്ടോഗ്രാഫി. ബേസിക് സിനിമാറ്റോഗ്രാഫി ഉണ്ട്. വീഡിയോഗ്രാഫിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും അതിൻ്റെ റൂൾ അനുസരിച്ച് നമ്മൾ 180 ഡിഗ്രി 30 ഡിഗ്രി റൂൾ എന്ന് പറഞ്ഞ റൂൾ അനുസരിച്ച് എങ്ങനെ അടിപൊളിയായിട്ട് നമ്മളൊരു വീഡിയോ എടുക്കാൻ നമ്മളുടെ കയ്യിലുള്ള ക്യാമറ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ വെച്ചെടുക്കാൻ പഠിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ അടുത്തൊരു ഒരു സബ്ജക്റ്റാണ്. പിന്നെ ഓഡിയോ ഉണ്ട്. ഓഡിയോയുടെ തിയറി പഠിക്കുന്നു, ഓഡിയോ റെക്കോർഡിങ് പഠിക്കുന്നു. ഇപ്പം നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നത് ഒരു ഓഡിയോ സ്റ്റുഡിയോയിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ഒരു സംഗതി ഞങ്ങളുടെ അവിടെ കോളേജിൽ, ഞാൻ ചെറുപ്പങ്ങം കോളേജിലാണ്, അവിടെ ഒരു ഓഡിയോ ബൂത്ത് ഉണ്ട്. കുട്ടികൾ അവിടെ ഇരുത്തി നമ്മൾ മിക്സിങ് പഠിപ്പിക്കും, സൗണ്ട് ഡബ്ബിങ് പഠിപ്പിക്കും, റെക്കോർഡിങ് പഠിപ്പിക്കും. അപ്പോൾ ആ റെക്കോർഡിംഗ് എല്ലാം ഈ കോഴ്സിന്റെ ഭാഗമാണ്. പിന്നെ ഗ്രാഫിക് ഡിസൈൻ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്, ഫോട്ടോഷോപ്പ് ടൂൾസുകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കും. പിന്നെ വീഡിയോ എഡിറ്റിംഗ് കഴിയുമ്പോൾ നമ്മൾ വീഡിയോ എടുത്തെങ്കിൽ അടുത്ത് എഡിറ്റ് ചെയ്തിട്ട് വേണം അതിനെ ഔട്ട് ഇറക്കാൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കോഴ്സ് പഠിക്കണം. അപ്പോൾ അതിൻ്റെ ബേസിക്കലി പ്രീമിയർ പ്രോ ആണ്. ഇപ്പം ആഡോൺ ആയിട്ടൊക്കെ ഡാവിഞ്ചി പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ പഠിപ്പിക്കും. ഇത് രണ്ടും, ഈ മൾട്ടിമീഡിയയിലും വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ഈ രണ്ട് ഇതുണ്ടെങ്കിലും ഇതിന് ഒരേ സ്വഭാവമാണ്. ഈ രണ്ട് സംഗതികളും ഈ രണ്ട് കോഴ്സിലും, മൾട്ടിമീഡിയയിലും വിഷ്വൽ കമ്മ്യൂണിക്കേഷനും ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയുടെ ഒരു അടുത്ത ലെവലിലേക്ക് ഫ്ലാഷ് ഫോട്ടോഗ്രാഫി, എങ്ങനെയാണ് നമ്മൾ ഫ്ലാഷുകൾ ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളത്. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് വിത്ത് ലൈറ്റ്സ് എന്നാണ് ഫോട്ടോഗ്രാഫി ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പം ചില ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസൊക്കെ കാണുമ്പോൾ അറിയാം, ഈ വരനും അതുമൊക്കെ നിൽക്കുമ്പം ഒരാളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും അവർ പോലും പ്രതീക്ഷിക്കാതെ ഔട്ടുകൾ വരുന്നത്. അത് ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഉദാഹരണമായി നിങ്ങൾക്ക് റെഫർ ചെയ്യാം, ശ്രീജിത്ത് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം ഉണ്ട്. അതിലൊക്കെ അങ്ങനെ അത് മാത്രമല്ല, ഒരുപാട് ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബേസിക് നമ്മളിതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പഠിച്ചാലും നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിലേ, വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഇത് രണ്ടും എല്ലാ കോഴ്സിലും, ഈ രണ്ട് കോഴ്സിലും ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. കഥ എഴുതുന്നു, കഥ തിരക്കഥയാക്കുന്നു, സംഭാഷണമാക്കുന്നു, സ്റ്റോറി ബോർഡ് ആക്കുന്നു. അപ്പൊ വരയ്ക്കാനും പഠിക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതിന് ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള ഒരു സിനിമ പ്രൊസീജിയറിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രീ പ്രൊഡക്ഷൻ മാത്രമല്ല, പ്രൊഡക്ഷൻ, പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ. ഈ 3 ഡെവലപ്മെന്റ് ആണുള്ളത്. പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ കഥ എഴുതുന്നു, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് തീരുമാനിക്കുന്നു, ആരാണ് അഭിനയിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നു. പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഷൂട്ട് ചെയ്യുന്ന അന്ന് ഈ ക്രൂവിനെ എന്ന് കൈകാര്യം ചെയ്യേണ്ടത് നമ്മൾ ചില ഡയറക്ടേഴ്സിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യം അറിയാം. പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡബിങ്, എഡിറ്റിംഗ്, കളറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരുന്നു. ഈ 3 കാര്യങ്ങൾ, ഈ 3 സ്റ്റേജസ് ഓഫ് ഫിലിം ഡെവലപ്മെന്റ് ആണ് പറയുന്നത് നമ്മൾ. ഈ 3 ഡെവലപ്മെന്റും നമ്മൾ ഈ 2 കോഴ്സിലും കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ബേസിക് എന്ന് പറയുന്നത്. അതാണ് ബേസിക്. അത് നമ്മളൊരു കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ ആദ്യമേ പേപ്പറിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതണം. പേപ്പറിൽ സ്ക്രിപ്റ്റ് എഴുതി സംഗതി റെഡിയാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് പോകാൻ. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒന്നും ഇല്ലാതായിട്ട് പോകും. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത ഷൂട്ടിങ്ങിന് പോയിട്ട് പിന്നെ എഡിറ്റിങ്ങും കളറിങ്ങും കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് നമ്മുടെ ഒരു ക്രിയേറ്റീവ് സ്കില്ല്, അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ സ്കില്ല്. അതിനോടൊപ്പം തന്നെ അച്ഛൻ മുമ്പേ പറഞ്ഞൊരു വാക്കുകൾ ഞാൻ എടുക്കുകയാണ്, ഒരു ഇൻട്രസ്റ്റും കൂടെ വേണം. നമുക്ക് പണി ചെയ്യാനായിട്ട് ആ ഒരു ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അത് വരണം, അതിനുവേണ്ടി എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇരിക്കാം എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. ലൈഫ് കളറാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ പിള്ളേർക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണ്. പഠിച്ചു കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന വെച്ചാൽ 3 വർഷം പഠിച്ചതല്ലേ, ഞാൻ ഇനി 1 വർഷം ഒന്ന് റെസ്റ്റ് എടുക്കാം. അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾ ഇപ്പൊ കൂടുതലുണ്ട്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അവൻ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവൻ പഠിച്ചിറങ്ങുന്നതിന് മുമ്പേ വർക്ക് ചെയ്യാൻ തുടങ്ങണം. വർക്ക് ചെയ്യാൻ തുടങ്ങാൻ അവൻ തയ്യാറാണെങ്കിൽ, അവൻ അതിനൊരു 100% അവൻ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവന് ജോലി ഉറപ്പാണ്. അവനെ തട്ടിക്കൊണ്ടു പോകാൻ, അവനെ കൊണ്ടുപോകാൻ, അവനെ റാഞ്ചാൻ ആളുകൾ നിൽക്കുവാണ്, കമ്പനികൾ നിൽക്കുവാണ്. യെസ്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ നമ്മളൊന്ന് ഓർത്ത് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കും. എനിക്കൊന്ന് ഈ ഒരു മീഡിയ ഫീൽഡിൽ അല്ലെങ്കിൽ എല്ലാ ഒരു ഫീൽഡിലും വേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പം
ഈ ഒരു ഫീൽഡിൽ എസ്പെഷ്യലി ഇത് വേണം. അപ്പം ഇൻട്രസ്റ്റ്, ക്രിയേറ്റീവ് സ്കില്ല്, ടെക്നിക്കൽ സ്കില്ല്, ഈ ഒരു അപ്ഡേറ്റ് ആയിട്ടിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മീഡിയ ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് ജീവനാശൻ പറഞ്ഞു തന്നു. ഇതുപോലെ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും കുറേയേറെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാം, അറിയാം ഉയരയിലൂടെ. കൂടെയുള്ളത് RJ ജോ. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. നമ്മൾ പലവിധമായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് നമ്മൾ ഉയരയിൽ കേൾക്കാറുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് മൾട്ടിമീഡിയ ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഫാദർ ജിമോൻ ജോസ്, HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഫ്രം BVM ഹോളി ക്രോസ് കോളേജ്, ചേർപ്പുങ്കൽ. അച്ഛനാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. അച്ഛാ, നമ്മൾ ഈ ഒരു മീഡിയ ഫീൽഡിനെ നമ്മളിങ്ങനെ കീറി മുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സോ ഈ ഒരു ഇപ്പം ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. ആ ഒരു ടെക്നിക്കൽ സ്കിൽ, ക്രിയേറ്റീവ് സ്കില്ലൊക്കെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്കിനി അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫീൽഡിൽ ഭയങ്കരമായിട്ട് ഒരു പേഴ്സണൽ ഒരു ഡെവലപ്മെൻറ്റ് വേണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കമ്പനി ഇപ്പോൾ ഹയർ ചെയ്യുവാണെങ്കിൽ തന്നെ ഇന്ന സമയത്തിനുള്ളിൽ നമുക്കൊരു ഡേറ്റിൽ നമ്മൾ കൊടുക്കണമായിരിക്കും, ഇന്നൊരു ദിവസത്തിൽ കൊടുക്കണമായിരിക്കും, അവർ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണമായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട് താല്പര്യമുള്ള ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇപ്പം പഠിച്ചു കഴിഞ്ഞ് ഉടനെ ഇറങ്ങിയ ആൾക്കാരുണ്ട്. സോ അവരൊക്കെ കീപ്പ് ചെയ്യേണ്ട ആ ഒരു പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? അച്ഛനൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്, പഠിപ്പിക്കുന്ന ഒരാളാണ്, ഇപ്പം പല ചാനലിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ എന്താണ് അച്ഛൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടും എക്സ്പീരിയൻസ് വെച്ചും എന്താണ് പറയാനായിട്ടുള്ളത്? പേഴ്സണൽ ക്വാളിറ്റീസ് വളരെ പ്രധാനപ്പെട്ടാണ് ക്ഷമ. ഓക്കെ. അതായത് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഈ സംഗതി ഒരു സമയം എടുക്കുമല്ലോ ഇത് വർക്ക് ചെയ്ത് പുറത്തേക്ക് വരാൻ. പുറത്തേക്ക് വരാൻ അതിന് വേണ്ടത് ഒരു ക്ഷമയാണ്. നമ്മൾ എത്രമാത്രം ഉയർന്ന എത്ര വലിയ സിസ്റ്റം മേടിച്ചാലും ഇത് കൃത്യമായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെയും നമ്മളത് ക്ഷമയോടെ അതിനുവേണ്ടി ഔട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കണം. അതായത് ചിലവർ ഉറങ്ങാത്ത കുറെ രാത്രികളുണ്ട്. ഞാൻ ഒരുപാട് രാത്രികളിൽ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ്. രാത്രികളിലാണെങ്കിൽ മിക്കവാറും എനിക്ക് സമയം കിട്ടുന്നത്, എനിക്കൊരു സ്റ്റുഡിയോ അല്ല, രൂപതയുടെ ഒരു മീഡിയ കമ്മീഷൻ്റെ ഒരു സ്റ്റുഡിയോ ആരംഭം ബിഷപ്സ് ഹൗസ് പാലായിലുണ്ട്. അപ്പോൾ വൈകുന്നേരം അവിടെ ചെന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞാൽ അത്താഴം കഴിച്ചിട്ട് ആ സ്റ്റുഡിയോയിലോട്ട് കയറിയിരിക്കും. ഒരു 9 മണി സമയം, വൈകുന്നേരം 9 മണിയാകുമ്പോൾ കയറിയിരിക്കും. അപ്പം എഡിറ്റ് ചെയ്യാനുള്ള റഷുകളെല്ലാം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പഠിച്ചത് ഞങ്ങൾ എഡിറ്റിംഗ് പഠിപ്പിച്ചൊരു സാറുണ്ട്, മെൽബിൻ സുരേഷ് എന്ന് പറഞ്ഞൊരു സാറാണ്. ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യമേ ഒരു ഡിസിപ്ലിനാണ് ഇതൊരു സംഗതി. അതായത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ റഷുകൾ അല്ലെങ്കിൽ റഷ് മീൻസ് വീഡിയോ ഫുട്ടേജസ്, ഇതിനൊരു ഫോൾഡറിൽ കൃത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കണം. അതാണ് ഒന്നാമത്തെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞത്. ഞാൻ എടുക്കാൻ പോകുന്നതിന് മുമ്പേ അതിനൊരു ഫോൾഡറിന് ഒരു നെയിമുണ്ട്. ഇപ്പം ഞാനൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ. അപ്പോൾ ആ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് പേരിടുന്നു. ആ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുള്ളിൽ തന്നെ ഒരുപാട് ഫോൾഡറുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് റഷസ് അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് തുടങ്ങുന്നത്. അതായത് ഞാൻ എൻ്റെ മുറി വൃത്തിയാക്കുന്ന പോലെ തന്നെ ഞാനൊരു വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ സിസ്റ്റം അങ്ങോട്ട് റെഡിയാക്കി വെച്ച് ഒരു ഡിസിപ്ലിൻ ആയിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ട മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്? മ്യൂസിക് വേണോ, അതോ ചില ഇമേജുകൾ വേണോ, വീഡിയോ വേണോ, അതെല്ലാം മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ നമ്മൾ സെറ്റാക്കി വെക്കുന്നു. ഇങ്ങനെ സെറ്റാക്കി വെച്ചത് ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുന്ന ഒരാൾക്കേ ഇതിങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. ചില കമ്പ്യൂട്ടറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തുറക്കുമ്പോൾ തന്നെ ഡെസ്ക്ടോപ്പ് ഇങ്ങനെ ചവർ കണക്കിന് സാധനങ്ങൾ കാണാം. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ അയ്യോ ഇത് എവിടെയാണ് ഈ സാധനം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകും നമ്മൾ പേഴ്സണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മുടെ സിസ്റ്റം ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഓഫീസ് സിസ്റ്റം ആണെങ്കിലും അതൊന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് ഫോൾഡർ വൈസിൽ സംഗതി വെക്കാനുള്ള ഒരു ക്ഷമ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ പകുതി പണി നമുക്ക് ആശ്വാസമുണ്ട്. അത് ഞാൻ സാർ എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ ഇന്നു വരെയും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന സാറിന്റെ ഒരു മെത്തേഡുണ്ട്. അത് ഇപ്പോഴും ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന മെത്തേഡാണ്. പേരിടുന്നതിന് മുമ്പ് ഒരു എക്സ്ക്ലമേഷൻ ഉണ്ട് ഫോൾഡറിന്റെ. അപ്പൊ ആ ഫോൾഡർ ഏറ്റവും ആദ്യം കാണിക്കും. അപ്പൊ ആ ഫോൾഡർ ആദ്യം കാണിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുണ്ട്. അത് ആദ്യം കിടക്കുന്ന ഒരു ഫോൾഡർ ചെന്ന് കയറി എടുത്താൽ മതി. പലരും പല മെത്തേഡുകൾ ഉപയോഗിക്കുക. സാർ എന്നെ പഠിപ്പിച്ചൊരു മെത്തേഡാണ്, ഇന്ന് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. എഡിറ്റിംഗ് ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഇങ്ങനെ എടുത്തു വെക്കുന്ന ഒരു സംഗതി നമ്മൾ ക്ഷമയോടുകൂടെ കാത്തിരുന്ന് നമ്മൾ കണ്ട ഒരു ഐഡിയ വെച്ചോ ക്രിയേറ്റിവിറ്റി വെച്ചോ നമ്മൾ പതുക്കെ എഡിറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കതിനകത്ത് ഒരു ക്ഷമ വേണം. അപ്പോൾ ഈ ക്ഷമയോടെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കൊരു ഇന്ന ടൈമിൽ നമുക്ക് പൂർത്തീകരിക്കണമെങ്കിലും നമ്മളത് ക്ഷമയോടുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ടുണ്ടാവും. നല്ല ഔട്ടിൽ നമുക്ക് ഈ സംഗതി നമുക്ക് വേണ്ട നമ്മുടെ
ആളുകൾക്ക് സമർപ്പിക്കാനായിട്ട് കൃത്യമായിട്ട് പറ്റും. അപ്പം ഞാൻ ഏറ്റവും മനസ്സിലാക്കിയ ഒരു കാര്യം ക്ഷമയോടുകൂടി ഉള്ളതാണ്. പിന്നെ ഇതിനൊരു ലോജിക്കുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിക്ക് ഒരു ലോജിക്കായിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അതായത് സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർ ലോജിക്ക് ഉണ്ടാവണം നിർബന്ധമില്ല. ഇപ്പം ചിലവർ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കി നമ്മൾ കൊടുക്കുമ്പം അവർ പെട്ടെന്ന് ഇത് പൊട്ടിക്കും. ഇങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത്, ഇതിങ്ങനെ ചെയ്ത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് നമ്മളോട് പലപ്പോഴും എന്നോട് പോലും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാനത് അവരോട് ഇരുന്നിട്ട് ഇതാണ് ഞാൻ ഈ കട്ട്സിന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലോജിക്കുണ്ട്. ഞാൻ ആ ലോജിക്ക് അനുസരിച്ചാണ് ഇത് വെച്ച് ഇതിവിടെ വരാനുള്ള പ്രത്യേക കാരണമുണ്ട്. ഞാൻ റഷസ് എല്ലാം നോക്കിയിട്ടാണ് എഡിറ്റ് ചെയ്തതെന്നുള്ളത് നമ്മൾ അവരോട് പറയുമ്പം അത് എൻ്റെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഈ ഒരു ലോജിക്ക് കൃത്യമായിട്ട് എൻ്റെ വർക്കിൽ വരും. സ്വാഭാവികമായിട്ട് എൻ്റെ വർക്കിൽ വരുമ്പോഴത്തേക്കും എൻ്റെ വർക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് തുടങ്ങും. പിന്നെ നമ്മൾ അടുത്ത പേഴ്സണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കേൾക്കണം. ആദ്യമേ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള സംഗതി നമ്മൾ ആദ്യമേ തന്നെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അതാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ആക്ച്വലി അതുണ്ട്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും കേൾക്കാതെ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് ദേഷ്യപ്പെടും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തല്ലേ, ഇത് പൊട്ടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടും. അപ്പോൾ അതിനും ഈ ഒരു സാറ് പറഞ്ഞൊരു മെത്തേഡുണ്ട്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആദ്യമേ ഒരു റഫ് കട്ട്, റിഫൈൻ കട്ട്, റിഫൈൻ ഫസ്റ്റ്, റിഫൈൻ സെക്കൻഡ്, റിഫൈൻ തേർഡ് എന്ന് പറഞ്ഞ് ഓരോരോ തലത്തിൽ നമ്മളിതിനെ കട്ട് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പഴയതിലേക്ക് പോകണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഡിസിപ്ലിനായിട്ട് നിൽക്കുന്ന ക്ഷമയോടുകൂടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരാൾക്ക് വളരെ നല്ല വലിയ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളൊക്കെ പറയുന്നവരെ നമുക്ക് കേൾക്കാനുള്ള ഒരു ലേണിംഗ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. എന്താണ് അവർ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതീക്ഷിക്കുന്ന കണ്ടന്റ് കൃത്യമായിട്ട് കൊടുക്കുക. നമുക്ക് അവരെ കൃത്യമായിട്ട് കേൾക്കാൻ, അവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് ഉണ്ടായെങ്കിൽ നമുക്ക് നല്ല ഔട്ട് കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ജീവിത അനുഭവം. അങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതുകൊണ്ട് സന്തോഷം. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും ഈ ഒരു ഫീൽഡിൽ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ അച്ഛൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം എക്സ്പീരിയൻസിൽ നിന്നാണ് അത് പറയുന്നത്. സോ നമുക്കത് ട്രസ്റ്റ് ചെയ്യും. അപ്പോൾ അച്ഛൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസിപ്ലിന്, അതുപോലെ തന്നെ ആ ഒരു ലോജിക്ക്, ഒരു സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ അവർക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ആ ഒരു നീഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഔട്ട് കൊടുക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ ചെയ്യുവാണെങ്കിൽ നോക്കുവാണ്. ഇപ്പോൾ എഡിറ്റിംഗ് ഫീൽഡിൽ പച്ചമല പ്രീ പ്രൊഡക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ അത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചും കൂടെ സമാധാനത്തോടു കൂടെ തന്നെ അല്ലേ, നമ്മൾ ആ ഒരു സമാധാനത്തിൽ തന്നെ നമുക്കത് പോകാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം ഇതുപോലെ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. അക്കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് കേൾക്കുകയാണ് ഉയരയിലൂടെ. ഇനിയും കുറേ ഏറെ കാര്യങ്ങൾ കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. കൂടെയുള്ളത് RJ ജോ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരയൂൺ സർഗക്ഷേത്ര 89.6 FM. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ജീമോൻ ജോസ് HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഫ്രം BVM ഹോളി ക്രോസ് കോളേജ് ചേർപ്പുങ്കൽ. അച്ഛാ, നമ്മൾ ഈ ഒരു മീഡിയ റിലേറ്റഡ് അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൾട്ടിമീഡിയ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്. സോ ഇപ്പം ഈ ഒരു +2 കഴിഞ്ഞിട്ട് ഇരിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ് ആകുമ്പോഴൊക്കെ ഇതാണ് എൻ്റെ വഴി എന്ന് പ്രോപ്പറായിട്ട് അവരെ തന്നെ അനലൈസ് ചെയ്തവരുണ്ടായിരിക്കും. സോ അവർക്കൊക്കെ ഇപ്പോൾ ചിലപ്പോൾ മീഡിയ ഫീൽഡിൽ പോകാനായിട്ടാണ് എനിക്ക് താല്പര്യം, എനിക്ക് എഡിറ്റിംഗ് ആണ് താല്പര്യം, എനിക്ക് ഫോട്ടോഗ്രാഫിയാണ് എനിക്കിഷ്ടമെന്ന് മനസ്സിലായവരുണ്ടായിരിക്കും. സോ അങ്ങനെ മനസ്സിലാവുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും കൂടെ നമ്മൾ മനസ്സിലാക്കണം. സോ എന്തൊക്കെ ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളാണ് ഈ ഒരു പ്രോഗ്രാം തിരഞ്ഞെടുക്കാനായിട്ട് യോഗ്യരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് അച്ഛനൊന്ന് പറയാമോ? ഓക്കെ, തീർച്ചയായിട്ടും. ഞാൻ ഈ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് ഒരു അഡ്മിഷനായിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ അവരോട് ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ്? ഓക്കെ, അതായത് ഈ നമുക്ക് പലതരത്തിലുള്ള കളറുണ്ട് ഇതിന് മുമ്പിൽ എഡിറ്റിങ്. അതായത് കുട്ടികളെല്ലാം ഇപ്പോൾ ഒരു എഡിറ്റിംഗ് മൊബൈലിൽ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ശീലം ഇപ്പോൾ എല്ലാം കുട്ടികൾക്കുണ്ട്. കാരണം എഡിറ്റിംഗ് എല്ലാം ചില ട്യൂട്ടോറിയൽ വീഡിയോ ഉണ്ട്. ഞാൻ ഉൾപ്പെടെ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകമായിട്ട് ആ ഒരു എഡിറ്റിംഗ് നമ്മൾ മൊബൈലിൽ ചെയ്തിട്ട് വരുന്ന, മൊബൈലിൽ സിനിമ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങളൊരു ഗോട്ടിന്റെ ഒരു റീമേക്ക് നടത്തി. ഗോട്ട് സിനിമയുടെ റീമേക്ക്, ഒരു ഫൈറ്റ് സീനാണ് അവർ ചെയ്തത്. ആക്ച്വലി അവർ ചെയ്തത് അവരുടെ ഐഫോണിലാണ്. ഐഫോണിൽ ചെയ്തിട്ട് ക്യാപ്കട്ടിലാണ് അവർ എഡിറ്റ് ചെയ്ത്. ക്യാപ്കട്ടിൽ അവർ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ കോളേജിലെ നമ്മുടെ തിയേറ്ററിൽ ഇത് പ്രദർശിപ്പിച്ചപ്പം
അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഈ കുട്ടികളെ ഈ ഫോണിൽ ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞപ്പോഴത്തേക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിപ്പോയി. അവർ അടുത്ത വർക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോണിൽ തന്നെയാണ് അവരിപ്പോഴും ചെയ്യുന്നത്. ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോണിൽ ചെയ്യുന്നത് മാത്രമല്ല, അതിന് അടുത്ത ലെവലിലേക്ക് വളരണം. അടുത്ത ലെവലിലേക്ക് വളരണമെങ്കിൽ ഈ എഡിറ്റിങ്ങിന് ഒരു താളമുണ്ട്. ഒരു താളമുണ്ട് മ്യൂസിക്കിൽ എഡിറ്റിംഗ് വന്ന് നിൽക്കുമ്പോൾ ഒരു താളമുണ്ട്. നമ്മളൊരു ഫൈറ്റ് എടുക്കുന്ന പോലെയല്ല ഒരു റൊമാൻസ് സോങ് എടുക്കുന്നത്, അതിനൊരു വേറൊരു താളം. ഹൊറർ എടുക്കുന്ന വേറൊരു താളമാണ്. ഈ താളം നമ്മൾ ഒന്നാമതായിട്ട് അറിഞ്ഞിരിക്കും, എഡിറ്റ് ചെയ്യുന്നത് ബേസിക്കലി അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഇത് ഇൻബോൺ ആയിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ ഒരു താളം. നമുക്കറിയാം, നമ്മൾ പാട്ട് പാടുന്നവരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ചെറുതായിട്ട് പാട്ടിന് നമ്മൾ അനുസരിച്ച് ഇങ്ങനെ താളം പിടിക്കുന്നവരാണെങ്കിലും ഈ എഡിറ്റിങ്ങിന്റെ താളം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഈ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ് സത്യത്തിൽ ഈ ഒരു കോഴ്സിലേക്ക് വരുന്നത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛൻ്റെ പറയുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്പം വട്ടുള്ളവരാണ് സത്യത്തിൽ ഈ ഒരു കോഴ്സ്. ഞാനൊരു സ്വല്പം വട്ടുള്ള, ഈ കൂട്ടത്തിൽ ഒരു വട്ടുള്ള ആളാണ്. അതായത് എത്ര സമയം വേണമെങ്കിലും ഇതിനു മുമ്പിൽ ഇരിക്കാനുള്ള ഒരു വട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനോടൊരു താല്പര്യവും പാഷനും ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ട് ചില കോഴ്സ് പഠിക്കുന്നതിന് നല്ലത് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടത്തോടെ നമ്മൾ പഠിക്കുന്നതാണ്. അതിനകത്തൊരു പുതുമ, അതിനകത്ത് അതാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത്, രസം എന്ന് പറയുന്നത്. കഷ്ടപ്പെട്ട് ചില കോഴ്സുകളൊക്കെ പഠിച്ച് ബുദ്ധിമുട്ടുന്നത് നല്ലത് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഈ ഒരു താളബോധം ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ അവന് ഫോട്ടോഗ്രാഫി കുറച്ചധികം ഒന്ന് പഠിക്കണം. അവനെ നോക്കുമ്പം കുറച്ച് പ്രിൻസിപ്പിൾസ് ഒക്കെ അവന് മനസ്സിലാവുന്നു. ഇപ്പോൾ റൂൾ ഓഫ് തേർഡ് അങ്ങനെയുള്ള കുറച്ച് റൂളുകളുണ്ട്, റൂൾ ഓഫ് ഓഡ്സ്. ആ പ്രിൻസിപ്പിളുകളെല്ലാം ഇവ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കണം എന്നുള്ള ഒരു ചിന്തയുള്ള ഒരാൾക്ക്, അങ്ങനെയുള്ള ഒരാൾക്ക്, ഒരു പാഷനുള്ള ഒരാൾക്ക് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ബേസിക്കലി കുട്ടികളെല്ലാം ചോദിച്ചു വരുന്നത്, അച്ഛാ എഡിറ്റിംഗ് ഉണ്ടോ, ഈ കോഴ്സിൽ എഡിറ്റിംഗ് ഉണ്ടോ എന്നാണ് ചോദിച്ചു വരുന്നത്. കാരണം എഡിറ്റിംഗ് ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എഡിറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇവർ അറിഞ്ഞിരിക്കേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോകാം. അതായത് സാധാരണ പറയുന്നത്, കഥ എഴുതുമ്പം ഒരു സിനിമയായി, ഈ കഥ ഷൂട്ട് ചെയ്യുമ്പോൾ മറ്റൊരു സിനിമയായി, ഈ ഷൂട്ട് ചെയ്ത സാധനം എഡിറ്റ് ചെയ്യുമ്പോൾ വേറൊരു സിനിമയാണ്. അത് പല ഡയറക്ടേഴ്സും പല എഡിറ്റേഴ്സും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ എഡിറ്ററാണ് അവസാനം ഈ സിനിമയാക്കി മാറ്റുന്നത്. അപ്പൊ അതിനു മുമ്പേ ഇവൻ ഈ ഡയറക്ടർ സ്കില്ലും അതായത് ബാക്കിയുള്ള സ്കില്ലെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നന്നായിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യും, വളരെ പക്കയാണ്. കാരണം ഞാൻ അത്യാവശ്യം വളരെ ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഞാൻ കുറെ അധികം ഷോർട്ട് ഫിലിമുകളും എന്റെ വർക്കുകളെല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ വിനയത്തോടുകൂടി അച്ഛൻ പറഞ്ഞു, ഷോർട്ട് ഫിലിമിലും എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പല ചാനലുകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതൊന്നും പേയ്മെന്റ് അല്ല, നമ്മളുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട്, നമ്മുടെ ഇഷ്ടം ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഈ എഡിറ്റിംഗ് ഞാൻ തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രീമിയർ പ്രോയിൽ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു എഡിറ്റിങ് താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ ഇതിനോടൊരു താല്പര്യം അവർക്ക് മനസ്സിൽ നമ്മൾ തോന്നുന്നുണ്ടെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അതാണ്. ആ സ്കില്ല് അവർക്കുണ്ടെന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ അവരെ കഷ്ടപ്പെട്ട് വേറെ സബ്ജക്റ്റ് പഠിക്കേണ്ടത് ഇഷ്ടത്തോടെ ഈ സബ്ജക്റ്റ് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധ്യതകൾ അനന്തമാണ്. അവരങ്ങോട്ട് പറന്നങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഫോട്ടോഗ്രാഫി ആണെങ്കിലും വീഡിയോഗ്രാഫി ആണെങ്കിലും സൗണ്ട്, ചിലർക്ക് സൗണ്ടിനോട് താല്പര്യമുള്ളവരുണ്ട്, നല്ല രീതിയിൽ മിക്സ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, അക്ഷരാർത്ഥത്തിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പുറത്തുനിന്ന് ആരും അറിയുന്നില്ല എന്നുള്ളതാണ് വലിയ സത്യം. അതായത് അറിയുന്ന പറഞ്ഞാൽ നമ്മളുടെ ഒരു മേഖലയിൽ വരുമ്പോഴത്തേക്കും അഭിനയിക്കുന്നവരാണ് എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്, ആളുകൾ കാണുന്നത്. പുറകിൽ പിന്നാമ്പുറത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരെയൊന്നും അക്ഷരാർത്ഥത്തിൽ ആരും അറിയുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവര് ചിലപ്പോൾ ഈ കോഴ്സിന് വരാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് റെക്കോർഡിംഗ് ആണെങ്കിലും മിക്സിംഗ് ആണെങ്കിലും സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും, പക്ഷെ ഇപ്പം ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് എല്ലാ മേഖലയിലുള്ളവരും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പം പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. പണ്ടത്തെ നമ്മൾ ഇന്റർവ്യൂകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആക്ടേഴ്സ് മാത്രം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഡയറക്ടേഴ്സ് വന്നു, സിനിമാറ്റോഗ്രാഫേഴ്സ് വന്നു. ഉദാഹരണം തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് ജെയ്ക്സ് ബിജോയ് അരുവിത്തറക്കാരനാണ്, ഞങ്ങളുടെ സ്ഥലക്കാരനാണ്. അപ്പം ഈ ജെയ്ക്സ് ബിജോയ് എന്ന് പറഞ്ഞ ആളെ പണ്ടൊന്നും ഇങ്ങനെ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒന്നും ഒരിടത്ത് നമ്മൾ കേട്ടിട്ടില്ല. സിംഗേഴ്സ് ആണ് നിൽക്കുന്നത്. ഈ ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഡയറക്ടർ വന്നപ്പോ നരിവേട്ട സിനിമയുടെ മ്യൂസിക് ഡയറക്ടറും തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറും ഈ ജെയ്ക്സ് ബിജോയ് വരുന്ന സിനിമകളെല്ലാം ഡയറക്ടറായിട്ട് വരുമ്പോൾ അങ്ങനെ പോപ്പുലാരിറ്റി കയറുന്നുണ്ട് പുറകെ പ്രവർത്തിക്കുന്നവർക്ക്. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു താളബോധവും ഒരു ക്ഷമയും താല്പര്യവും ഇതിനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഏത് കുട്ടിക്കും ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റും. ഇതിനോട് ചേർത്തൊരു കാര്യം പറഞ്ഞോളട്ടെ, ഞങ്ങളോട് ഒരു സ്കൂളുകാർ ചോദിച്ചിട്ടുണ്ട്. മുട്ടിച്ചിറ സ്കൂളാണ്. അതായത് മുട്ടിച്ചിറ സ്കൂളിലെ 7ലും 8ലും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്
ഇതൊരു കോഴ്സായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പൊ ചേർപ്പങ്കൽ കോളേജിൽ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. MOU ഒക്കെ ഒപ്പിടാനായിട്ട് ഞങ്ങൾ പോവാണ്. എന്നുവെച്ചാൽ 12 ദിവസങ്ങളാണ്, അതായത് 5 മണിക്കൂറിന്റെ 12 ദിവസങ്ങളായിട്ട് 60 അവറിന്റെ ഒരു കോഴ്സായിട്ടാണ്. അതായത് കുട്ടികൾക്ക് ഇതിന് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു 20 കുട്ടികൾക്കുള്ളൂ. അപ്പൊ കുട്ടികൾ ഇത് ഇടിച്ചു നിൽക്കും. ഇതിനോട് ഒരു കളറാണല്ലോ, ഒരു അഭികാമിയാണല്ലോ, ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുമ്പോൾ അഭികാമിയാണല്ലോ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ആ 20 കുട്ടികൾ ഇത് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നാളത്തെ ചിലപ്പം ഒരു എഡിറ്ററോ അല്ലെങ്കിൽ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫറോ ഒക്കെ ആവും. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ ഈ താല്പര്യം ഉണ്ടെന്ന് മാതാപിതാക്കൾ കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വിടുന്നത് വളരെ വളരെ നല്ലതാണ്. നാളത്തെ ആരെങ്കിലുമൊക്കെ ആയിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നാളത്തെ ബെസ്റ്റ് എഡിറ്റേഴ്സ് ആയിരിക്കും അവാർഡ് വിന്നിംഗ് പോകുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. ഇപ്പം സാറ് പറഞ്ഞ പോലെ ഈ ഒരു ഫീൽഡിലേക്ക് അത്രമാത്രം ഒരു കോൺഫിഡൻറ്റോടുകൂടി എനിക്കിവിടെ വരണം, ആ ഒരു പാഷനോടുകൂടി വരുന്നവർക്ക് ഈ ഒരു ഫീൽഡ് അവരെ മുറുകെ പിടിക്കും എന്നുള്ളൊരു ഉറപ്പാണ് നമ്മളത് കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പം ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഇപ്പം സാറ് തുറന്ന് പറഞ്ഞു. കാരണം ഇപ്പം നമ്മുടെ മുഖം കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പക്ഷെ അതിലേക്ക് വന്ന ഒരുപാട് താമസം എടുത്തിട്ടാണ് നമ്മൾ ഈ ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവരുടെ മുഖം ഒരുപാട് പേര് അറിയപ്പെടുന്നത്. ഇപ്പം എനിക്ക് നമ്മുടെ അമൽ ഡേവിസ് എന്നറിയപ്പെടുന്ന സംഗീത് പ്രതാപക് ഇപ്പം എഡിറ്റർ ആണെന്നുള്ളത് ഇപ്പം കുറെ പേർക്ക് അറിയാം. സിനിമയിലൂടെയാണ് പുള്ളി എഡിറ്റ് ചെയ്തെന്ന് എന്നുള്ളൊരു കാര്യം വെളിവാകുന്നത്. ഇപ്പം നിമിഷ് രവി സിനിമാറ്റോഗ്രാഫർ, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സിനിമാറ്റോഗ്രാഫറാണ്. അപ്പൊ അവരുടെയൊക്കെ പേരിങ്ങനെ അറിഞ്ഞു വരുന്നു. എന്താ നമ്മുടെ ലിറിസിസ്റ്റിന്റെ പേരായിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസേഴ്സിന്റെ പേരായിക്കോട്ടെ, ഇതൊക്കെ ഈ ഒരു പിന്നാമ്പുറത്ത് നിൽക്കുന്നവരുടെ പേരും ഇങ്ങനെ എന്താ മുന്നിൽ വന്നോണ്ടിരിക്കുകയാണ്. നമുക്കതൊക്കെ അവരുടെ പേര് പറയുമ്പോൾ നമുക്കിങ്ങനെ ആവേശം കൊണ്ടോണ്ടിരിക്കുകയാണ്. ഈ പടക്കൾ എന്ന സിനിമയില് ഒരു കോളേജിൽ ഒരു നടനായിട്ട് അഭിനയിച്ച തലമുടിയുള്ള ക്യാരക്ടറിന് പേര് പറഞ്ഞുപോയി. അദ്ദേഹം ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റർ ചെയ്ത ആളാണ്. അദ്ദേഹം സിനിമയിൽ വന്നിരിക്കുന്നത്. ഞാൻ പറയാം, മറ്റേ എസ്തെറ്റിക് കുഞ്ഞമ്മയുടെ ക്രിയേറ്റീവ് ഹെഡ് അരുൺ അച്ചുകുമാർ. അതെ, പടക്കളത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതെ, പുള്ളി അജിത്ത് ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്റർ ചെയ്താണ് ഫീൽഡിലേക്ക് വന്നത്. അപ്പൊ ഇത് കഴിവുള്ള പിള്ളേരല്ല അതിനകത്തുണ്ട്. ഏതെങ്കിലും ചിലപ്പോൾ അവർ ക്ലിക്കായി കയറി ചിലപ്പോൾ വഴി മാറി പോകുന്നു പറഞ്ഞാലും അവരുടെ ബേസിക് സ്കിൽ അവിടെ നിലനിൽക്കുന്നുണ്ട്. സാർ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് എല്ലാ കലകളും ഉള്ള ആളാണ്. അഭിനയം ഉണ്ട്, അതുപോലെ തന്നെ താളബോധവും എല്ലാം ചേർന്ന ഒരു ഫീൽഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മൾട്ടിമീഡിയ അല്ലെങ്കിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമ്മളിങ്ങനെ ഓരോ പാളിയായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ ഇനിയും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാനുള്ള സമയമാണ്. ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ജീമോൻ ജോസ്, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഫ്രം BVM ഹോളി ക്രോസ് കോളേജ് ചേർപ്പുങ്കൽ. അച്ഛാ, നമ്മൾ ഈ ഒരു മീഡിയ ഫീൽഡിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഈ ഒരു കോഴ്സിൽ പ്രധാനപ്പെട്ട ഒരു ഫീൽഡാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. സോ ഈ പ്രധാനപ്പെട്ടതാവാനുള്ള കാരണം എന്താണ്? ഇന്റേൺഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയവ ഒന്ന് വിശദീകരിക്കാവോ? ഇന്റേൺഷിപ്പ് നമ്മുടെ ഒരു ഡിഗ്രി പ്രോഗ്രാമിലാണെങ്കിലും PG പ്രോഗ്രാമിലും ഒരു 1 മന്തിന്റെ ഒരു പ്രോഗ്രാമാണ് ഇന്റേൺഷിപ്പ്. അതായത് ഞാൻ ഇന്റേൺഷിപ്പ് MA ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തതാണ്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് ഗുഡ്നസ് TVയിലാണ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത്. അതിന് ഞാൻ പ്രധാനപ്പെട്ട ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് ഞങ്ങൾ അധികം വെയിൽ കൊള്ളിക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. അതുകൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് ഞങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തത്. എഡിറ്റിങ്ങിനോട് എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് എഡിറ്റിങ്ങിന്റെ റൂമിലായിരുന്നു ഞാൻ കൂടുതലായിട്ടും ഗുഡ്നസ് ചാനലിലെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത്. ഇപ്പോഴത്തെ കുട്ടികൾ ഇന്റേൺഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ഒരു പല സ്കില്ലിലേക്ക് അവർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 2ാമത്തെ വർഷമോ 3ാമത്തെ വർഷമാണ് ഇന്റേൺഷിപ്പ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ പല കോഴ്സുകളും പല സബ്ജക്റ്റുകളും ഒരു പഠിച്ചെടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. അങ്ങനെ പഠിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പം ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ടൈം ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും FIG വന്നപ്പം 2ാമത്തെ വർഷം ഇന്റേൺഷിപ്പ് വന്ന് പഴയ ഒരു സിലബസ് അനുസരിച്ച് 3ാമത്തെ വർഷം 6th സെമ്മിലാണ് ഇന്റേൺഷിപ്പ് വരുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തിലേക്കാണ് ഇന്റേൺഷിപ്പ് വന്നത്. പക്ഷേ FIG വന്നപ്പോഴത്തേക്കും 4ാമത്തെ സെമസ്റ്ററിലാണ് ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പം ഈ ഒരു സ്കില്ല് എവിടെയാണ് വളരുന്നതെന്ന് ഈ കുട്ടി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫെയിമിലേക്കുള്ള ആ സ്കില്ല് വളരാൻ സാധ്യതയുള്ള മേഖല കണ്ടെത്തണം. അത് ഒന്നെങ്കിൽ
അത് ചിലപ്പം ഒരു ടെലിവിഷൻ പ്രൊഡക്ഷൻ ആവാം. ടെലിവിഷൻ പ്രൊഡക്ഷൻ ഐ മീൻ ചിലപ്പം ചില ചാനലുകളിൽ പോയി വർക്ക് ചെയ്യുന്ന അവിടെ കൂടെ നിൽക്കുന്ന. പക്ഷെ ചാനലിൽ പോയാലുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല. നമ്മളിങ്ങനെ ഒരു പുറകെ മാറി നിൽക്കുന്നതായിട്ട് മാറ്റപ്പെടുന്നതായിട്ട് ചിലപ്പോൾ തോന്നും. കാരണം കൂടെ വർക്ക് ചെയ്യാൻ ചിലപ്പം ലേബർ വർക്കുകൾ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫേമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കഴിവ് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കഴിവ് പ്രകടിപ്പിക്കാനുള്ളൊരു വേദി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ തന്നെ ജോലിക്ക് കയറും എന്ന് 100% ഞാൻ നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. കാരണം നമ്മളുടെ ഇന്റേൺഷിപ്പിന് പോയ കുട്ടികൾ ആ ഒരു മാസത്തെ ഇന്റേൺഷിപ്പിന് കഴിഞ്ഞപ്പോൾ അവരുടെ അടിമുടി അവരുടെ ലൈഫിൽ കുറെ മാറ്റങ്ങൾ വന്നു. കാരണം കോളേജ് സമയത്ത് വരാത്തവന്മാർ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ സമയത്ത് വരാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ടൈം ഉണ്ട്, ആ ടൈമിൽ വരണം. ക്ലാസ്സിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ ഇന്റേൺഷിപ്പിന് പോയപ്പോഴത്തേക്കും ഫോൺ മാറ്റിവെച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഏൽപ്പിച്ചു വിടും, ഇല്ലെങ്കിൽ പുറത്ത് നോക്കണം. സർട്ടിഫിക്കറ്റ് 1 മന്തിന്റെ സർട്ടിഫിക്കറ്റ് ആയിട്ട് തിരിച്ചു വരാവുന്നതാണ് ഞാൻ അടക്കമുള്ള HOD-മാരെല്ലാം പറയുന്നത്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവിടെ മര്യാദയ്ക്ക് ഇരിക്കണം. ഈ പെട്ടിക്കട പോലെയുള്ള ഫോട്ടോ ഷോപ്പുകളിലൊന്നും, ഫോട്ടോഷോപ്പ് ഐ മീൻ ചില ഫോട്ടോ സ്റ്റുഡിയോകളുണ്ട്, സ്റ്റുഡിയോയിൽ പോയിക്കിരുന്ന നിങ്ങൾ ദയവ് ചെയ്ത് വർക്ക് പഠിക്കില്ല. നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്ന ചില കമ്പനികളുണ്ട്, അവരുടെ പ്രൊമോഷൻ വിങ്ങുകളുണ്ട്, അഡ്വർടൈസ്മെന്റ് മേഖല, ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ അഡ്വർടൈസ്മെന്റ് മേഖലയിലുണ്ട്. അവിടെ നിങ്ങൾ പോയി നമുക്കിവിടെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്താലോ, ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്താലോ, ഇതിന്റെ റീൽ ഇറക്കിയാലോ എന്ന് നിങ്ങൾ അവരോട് ഐഡിയ പറയുക. അവർ ഹെഡിനോട് പറഞ്ഞിട്ട് ചെയ്തോളാൻ പറഞ്ഞ് നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അങ്ങ് വാരി വെതറുക. അങ്ങനെ വാരി വെതറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവനെ ആ കമ്പനി അവിടെ വിളിക്കും, ബാ നമുക്ക് ഇവിടെ ജോലി ചെയ്താലോ എന്ന് പറയുന്ന പല സ്റ്റുഡൻസും 3rd ഇയർ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ചെയ്ത കമ്പനികളിൽ അവർ വർക്കിന് കയറിയിട്ടുണ്ട്. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ കുറെ ഇന്റേൺഷിപ്പ് മാറ്റം വരുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സമയത്ത് ചെല്ലുക, ഫോൺ മാറ്റി വെക്കുക, വർക്ക് ചെയ്യുക, കൺസൾട്ട് ചെയ്യുക, അതായത് അധികാരികളോട്, അവരുടെ ഹെഡിനോട് കൺസൾട്ട് ചെയ്യുക, ക്ലയന്റിനോട് കൺസൾട്ട് ചെയ്യുക. അങ്ങനെ ഇന്റേൺഷിപ്പ് നമുക്ക് വളരാൻ സാധ്യതയുള്ള ഏത് മേഖലയാണെന്ന് കണ്ടെത്തണം. ഫോട്ടോഗ്രാഫി ആണെങ്കിൽ ആ മേഖല, എഡിറ്റിംഗ് ആണെങ്കിൽ ആ മേഖല, കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ ആ മേഖല, അങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന മേഖലകളുണ്ട്. അങ്ങനെ കണ്ടെത്തി അത് നമ്മൾ തന്നെ കണ്ടെത്തണം. ചിലപ്പോൾ കോളേജ് നമുക്ക് അതിനുള്ള അവസരം തരും, കൂട്ടുകാരോട് ഒന്നിച്ച് കൂടി ഉഴപ്പാനുള്ള അവസരമായിട്ടും ട്രിപ്പ് പോകാനുള്ള അവസരമായിട്ടും ഇന്റേൺഷിപ്പിനെ മാറ്റാതെ 30 ദിവസം 30 കാര്യങ്ങൾ പഠിക്കുന്ന ഒരു വേദിയാക്കി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊരു ഡയറി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ഡയറി കൊണ്ടുപോകണം. ഒരു ദിവസം ഒരു പേജ് മാറ്റി വെക്കണം, ആ ഡേറ്റ് ഇടണം, എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ആ പേജിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ചെയ്തിരുന്ന കാര്യമാണ്, ഞാൻ ഇന്നും കുട്ടികളോട് പറയുന്ന കാര്യമാണ്, ഞങ്ങൾ സാറന്മാർ ഉൾപ്പെടെ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. ആ ഒരു പേജിൽ അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇന്ന് ചെയ്ത് എന്തൊക്കെയാണ് പഠിച്ചത് 30 ദിവസം കഴിയുമ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവും. നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിക്കാത്തത്, നിങ്ങളെ അധ്യാപകർ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും അന്ന് നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ പഠിക്കും. ഇന്റേൺഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോണ്ടാക്റ്റുകൾ, ഇവരോടുള്ള സൗഹൃദമായ ഇടപെടലുകൾ നാളെ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ ഇടയാക്കും. അവിടെ ചെന്നിട്ട് അവരുമായിട്ടുള്ള സംസാരവും ഇടപെടലും അതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം. ഈ ഒരു മീഡിയ വേൾഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട്സ് ആണ്. നമ്മുടെ മൂലധനം കോണ്ടാക്ട്സ് ആണ്. അത് എത്ര ഉന്നതയിലുള്ള ആളാണെങ്കിലും എത്ര താഴെയുള്ള ആളാണെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച വെളിപ്പുറത്ത് വരുന്നു, നമുക്ക് ഓടിച്ചെല്ലാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകും. അതുകൊണ്ട് മീഡിയ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ഒരാള് ആ ഒരു കോണ്ടാക്ട്സ് വെറുതെ നമ്മളൊരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട്സ് അല്ല, കൂടെ ചേർത്ത് നിർത്താനും വളർത്താനും ഉള്ള ഒരു കോണ്ടാക്ട്സ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ജോലി അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. യെസ്. അപ്പോൾ എനിവേ അച്ഛൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുവാണ്. നമുക്ക് കോണ്ടാക്ട് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അതായത് ഇപ്പോൾ സ്വാർത്ഥ ലാഭത്തിനല്ല, നമ്മൾ വളരാനും നമ്മുടെ കൂട്ടത്തിലുള്ള ആളെ നമുക്ക് വളർത്താനും വേണ്ടിയിട്ട് നമുക്കത് കീപ്പ് ചെയ്യാം. അപ്പം ഈ ഒരു ഫീൽഡിൽ ഇറങ്ങി തിരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർക്കണം എന്നുള്ളത് ഒരു HOD ആണ് പറയുന്നത്. അതും BVM ഹോളി ക്രോസ് കോളേജിലെ ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ HOD ഫാദർ ജീമോനച്ചൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛാ, ഇനിയും എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പാട്ടുകൾക്ക് ശേഷം നമ്മൾ പറയുന്നതായിരിക്കും, നമ്മൾ അറിയുന്നതായിരിക്കും ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മളിന്ന് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എസ്പെഷ്യലി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മൾട്ടിമീഡിയ. ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ അറിവുകളൊക്കെ തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ജീമോൻ ജോസ്, HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഫ്രം BVM ഹോളി ക്രോസ് കോളേജ്, ചേർപ്പുങ്കൽ. അച്ഛാ, നമ്മൾ ഇന്റേൺഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്, അതിനെ എങ്ങനെ ബെനഫിഷ്യൽ ആക്കി മാറ്റാം എന്നുള്ളതാണ് പാട്ടുകൾക്ക് മുന്നേ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി ഈ ഒരു ഫീൽഡിൽ മറ്റൊരു വശം കൂടെ ഉണ്ട്. ഇപ്പൊ ഏതൊരു ഫീൽഡിലാണെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ ചില ചലഞ്ചസ് നമ്മൾ നേരിടേണ്ടി വരും. പലപ്പോഴും ഇതിന്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് കണ്ടിട്ടായിരിക്കും ആളുകൾ ഇതിനകത്തോട്ട് സ്റ്റെപ്പ് ചെയ്യുന്നത്. സോ ഇതിന്റെ ശേഷം ഭാഗം സ്ക്രീനിൽ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് വരുത്തില്ലായിരുന്നടാ എന്നൊക്കെ ഒരുപക്ഷെ മനസ്സിൽ വിചാരിക്കുന്നവര് ഉണ്ടാവാം. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിലേക്ക് കടന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു വർക്കിംഗിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഉള്ളത്? ചലഞ്ചസ് മെയിൻ ആയിട്ട് വരുന്നത് ഹെൽത്തി ചലഞ്ചസ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പം കുറെ സമയം ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥ ചിലപ്പോൾ വരാറുണ്ട് പലർക്കും. അപ്പം ഒരു എഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം കുറെ അധികം സമയം ഒരു സ്ക്രീനിന് മുമ്പിൽ ഇരിക്കുമ്പോഴത്തേക്കും കുറെ അധികം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുന്നതും അത് സാരമായിട്ട് എന്നെ ബാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു എഡിറ്റർ കൂടെയാണ്. കൂടുതൽ സമയം ഇരിക്കുമ്പോഴത്തേക്കും തലവേദന പോലെയുള്ള കാര്യങ്ങൾ, ഒരു നടുവിനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം വരുന്നു. അത് നമുക്ക് ശാരീരികമായിട്ടുള്ള കുറേ ചലഞ്ചുകൾ. പക്ഷെ അതല്ല, ചിലപ്പോൾ നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പം ചിലപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലയന്റിന് അത് ഇഷ്ടപ്പെടണമെന്ന് ഇല്ല. നമ്മൾ അക്ഷരാർത്ഥത്തിൽ ചിലപ്പോൾ മെന്റൽ ഡിപ്രഷനിലേക്ക് നമ്മൾ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്ത് വളരെ ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്ത് നമ്മളത് ക്ലയന്റിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ക്ലയന്റ് പറയാം ഇത് ശരിയായില്ല, ഇത് മൊത്തം പൊളിക്കണം, പൊട്ടിപ്പാളി മൊത്തം ശരിയായില്ലെന്ന് പറയുമ്പോഴത്തേക്കും ശരി നമ്മൾ ഭയങ്കര ഡെസ്പാവും. നമുക്ക് ഈ പരിപാടിക്ക് പോകണ്ടായിരുന്നല്ലോ എന്ന് വരെ ചിന്തിച്ച പല അവസ്ഥകളുണ്ട്. ഈ പരിപാടി പിടിക്കണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിച്ച അവസരം സോൾ ഫുള്ള് കൊടുത്താണ് നമ്മൾ അതിനുവേണ്ടി നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ അത്രയും ചെയ്തിട്ട് പോലും നമ്മളൊന്നും മനസ്സിലാക്കിയില്ല, നമ്മുടെ കഷ്ടപ്പാടൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു വേദന നമുക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഒരു മെന്റൽ ഡിപ്രഷൻ തന്നെയാണ് ആക്ച്വലി. പക്ഷെ നമ്മൾ അതിൽ നിന്ന് റിലീഫ് ആവണം, എന്നാലും നമുക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റും. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ചായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം നമ്മൾ കോമ്പീറ്റന്റ് ആവണം. അതായത് നമ്മൾ സ്വന്തമായി ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുത്ത് വർക്ക് ചെയ്യുന്നവരാവാതെ മറ്റുള്ളവരുടെ ക്രിയേറ്റിവിറ്റി കണ്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചും നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം. ചിലവരത് വിചാരിക്കുന്ന ഒരു ചലഞ്ചായിട്ട് അവൻ വളർന്നു വരുന്നത് ഞാൻ തീർന്നു, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ചിലവരൊക്കെ കേൾക്കുന്നവരുണ്ടാവാം. അവൻ വളർന്നു വന്ന ഞാൻ തീർന്നു എന്ന് ചിന്തിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നതാണ് എനിക്കൊരു ചലഞ്ചാണ്. പക്ഷെ ആ ചലഞ്ചിനെ മാറ്റി വെക്കാനായിട്ട് ഒരു മോട്ടിവേഷനായിട്ട് കരുതിക്ക് കുഴപ്പമൊന്നുമില്ല. അതായത് അവൻ എന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തത എൻ്റെ അതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുമോ? അതങ്ങനെ കൊണ്ടുവരാനായിട്ട് ഞാൻ അവനെ ശ്രദ്ധിക്കുകയോടെ വേണം. ഒരു ജേണലിന്റെ ഒരു സ്റ്റഡി നടത്തിയത് ഇങ്ങനെയാണ്. 18-നും 30-നും വയസ്സിനിടയിലുള്ള 258 കുട്ടികളെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒരു മാസത്തെ ഒരു സർവേ നടത്തി. 3 തരത്തിലുള്ള റിസൾട്ടാണ് കിട്ടിയെന്നാണ് ആ ഒരു ജേണൽ സ്റ്റഡി പറയുന്നത്. ഒന്നാമത്തത് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ മാത്രം കാണുന്നവർ. ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ ആയിരിക്കും, നമ്മൾ റീലുകൾ കാണുന്നവരിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ റീലുകൾ കണ്ട് ഇരിക്കുന്നവരാണ് സ്ഥിരം. അപ്പൊ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന കണ്ടന്റ് മാത്രം നോക്കുന്ന ഒരു ഗ്രൂപ്പ്, ഒരു ടീമുണ്ട്. രണ്ടാമത്തെ ഒരു ടീം എന്ന് പറഞ്ഞാൽ സ്വന്തമായി കണ്ടന്റ് ഉണ്ടാക്കും, സ്വന്തമായി റീൽ ഉണ്ടാക്കും, എന്നാൽ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ഒന്നും ശ്രദ്ധിക്കത്തില്ല. സ്വന്തമായി ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കും, സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും, നമ്മൾ മറ്റുള്ളവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കും, അതോടൊപ്പം തന്നെ നമ്മളും പുതിയ സംഗതി ഉണ്ടാക്കും, ഇൻസ്പയർ ആയിട്ട് നമ്മൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നമ്മളൊരു സംഗതി ഉണ്ടാക്കും. എന്നിട്ട് ഈ റിസൾട്ട് പറയുന്നത്, ഈ പഠനം പറയുന്നത് 1ാം വിഭാഗക്കാർക്കാണ് വിഷാദം, ഉത്കണ്ഠ, സംശയരോഗം എന്നുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് കൃത്യമായിട്ട് ഈ പഠനം പറയുന്നുണ്ട്. ആ ഒരു ജേണൽ പറയുന്ന ഒരു പഠനമാണ്. അക്ഷരാർത്ഥത്തിൽ വളരെ കറക്റ്റാണ്. നമ്മളൊരു ക്രിയേറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ മറ്റുള്ളവരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതൊരു ചലഞ്ചല്ല, മറ്റുള്ളവരുടെ വളർച്ച ഒരു ചലഞ്ചല്ല. അതിൽ നിന്നും കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ എഡിറ്റിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിലോ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ചലഞ്ചല്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയത് കണ്ടെത്തി വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുന്നുണ്ട്. കാരണം മുമ്പിലേക്ക് ലോകം ചുരുങ്ങിയിട്ടില്ല, അത് വലുത് തന്നെയാണ്. നമുക്ക് മുന്നോട്ട് പറന്ന് സാധ്യതകൾ നമുക്ക് കണ്ടെത്താം. പിന്നീട് ഒരു ചലഞ്ച് വരുന്നത്
സാധ്യത ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. ഈ AI വന്നുകൊണ്ട് ഇനി വീഡിയോഗ്രാഫറിന്റെ പണി പോവോ, ഫോട്ടോഗ്രാഫറുടെ പണി, ഡിസൈനറിന്റെ പണി പോകുന്ന ഒരു ചോദ്യമുണ്ട്. AI ആണെങ്കിലും നമ്മളത് പ്രവർത്തിപ്പിക്കാൻ മനുഷ്യരാൾ പുറകെ വേണം. അതായത് കൃത്യമായൊരു പ്രോംപ്റ്റ് കൊടുക്കണ്ടേ. നമുക്ക് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ മനസ്സിലുള്ള ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ AI സഹായത്തോടു കൂടി നമ്മളൊരു സംഗതി കൊണ്ടുവരും, കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അതിൽ എന്തൊക്കെ മാറ്റം വരുത്താം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നമ്മുടെ ഒരു സംഗതിയായി, നമ്മുടെ ഒരു ഔട്ടായി. ഇല്ലെങ്കിൽ 10 പേര് ഈ ഒരേ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം 10 ഔട്ടും ചിലപ്പോൾ സെയിം ആവാം, 100 പേര് 10 ഔട്ടെങ്കിലും സെയിം ആവും. കാരണം AI വളർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിന് തള്ളിക്കളയല്ല ചെയ്യുന്നത്. വീഡിയോ പ്രൊഡക്ഷനും ഷോർട്ട് ഫിലിം വരെ ഇറക്കിയവരുണ്ട്, AI വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരുണ്ട്. ഇനി മുന്നോട്ട് സിനിമ വരെ ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് AI വെച്ചിട്ടുള്ള സിനിമ. പക്ഷേ ഒരിക്കലും ഈ ഒരു മീഡിയ പഠിച്ച ഒരാൾ അതിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകുന്നില്ല. ഒരു ചലഞ്ചാണ് എന്ന് പറയെങ്കിലും ആ ചലഞ്ചിനെ കൂടി നമ്മൾ സ്വീകരിക്കണം. ഇപ്പൊ ഫോട്ടോഷോപ്പിന് 2025 വരുമ്പോഴത്തേക്ക് അതിൽ AI ഫീച്ചറുണ്ട്. പക്ഷെ ഫോട്ടോഷോപ്പ് അവിടെ നിന്ന് പോയിട്ടില്ല. ആ ഫോട്ടോഷോപ്പ് AI ഫീച്ചറിനെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമായി, കുറച്ച് വർക്ക് ലോഡ് അങ്ങ് കുറഞ്ഞു. അങ്ങനെ അധികം വർക്ക് ലോഡ് കുറച്ച് നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. പലരും AI ഒരു ചലഞ്ചാണോ, വീഡിയോഗ്രാഫർ എന്ന നിലയിൽ എനിക്കൊരു ചലഞ്ചാണോ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ഈ AI വീഡിയോ ഉണ്ടാക്കി റീലുകളിൽ പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ ഒരു സംഗതി പോസ്റ്റ് ചെയ്യാൻ പഠിക്കണമെങ്കിലോ, അത് കട്ട് ചെയ്യാനായിട്ട് പഠിക്കണമല്ലോ. അതെല്ലാം എഡിറ്ററിന്റെ കഴിവാണല്ലോ. അപ്പൊ AI ഒരു ചലഞ്ചല്ല, അക്ഷരാർത്ഥത്തിൽ നമുക്ക് വളരാനുള്ള ഒരു സ്പേസും കൂടെയാണ്, പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൂടെയാണ്. AIയുടെ ഡിഫറെന്റ് തരത്തിലുള്ള കോഴ്സുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഈ എഡിറ്റർ എന്ന നിലയിൽ അത് പഠിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ചലഞ്ചായിട്ട് മാറുമല്ല, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുക. ചലഞ്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്, അത് പേഴ്സണലാണ്. എൻ്റെ ഒരു ചലഞ്ച് ആവില്ല മറ്റൊരാൾക്ക് ചലഞ്ച്. അപ്പം എന്നിരുന്നാൽ പോലും ചലഞ്ചുകൾ ഉണ്ടാവും. ഒരു ചലഞ്ച് ഉണ്ടാകുമ്പോൾ ആ ചലഞ്ചിനെ ഞാനത് അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ എനിക്ക് പല ചലഞ്ചുകളും പല ഓപ്പർച്യൂണിറ്റികളായിട്ട് മാറും. ഓപ്പർച്യൂണിറ്റി എൻ്റെ കരിയർ ബെസ്റ്റ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതാണ് ചലഞ്ചസ് നമുക്ക് ഓപ്പർച്യൂണിറ്റികളായിട്ട് മാറട്ടെ. ഓക്കെ, അടിപൊളി. എന്തൊക്കെയാണ് ഈ ഒരു ഫീൽഡിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ചലഞ്ചസ് എന്ന് ചോദിച്ചു. ഈ ചലഞ്ചസിനെ എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാം എന്നുള്ളത് അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ച് അതിനെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാം എന്നുള്ളൊരു കാര്യം, ഒരു പോസിറ്റീവ് നോട്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫീൽഡിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം. ഒപ്പം തന്നെ ഈ അവധി ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ഈ കുട്ടികൾ ക്ലാസ് എടുക്കാൻ കിട്ടും. അപ്പം എൻ്റെ ഒരു ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത കുട്ടികൾ പറഞ്ഞ് ഷെയർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് മോട്ടിവേഷൻ ആണ്. അച്ഛൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നത്, മോട്ടിവേഷൻ ഇങ്ങനെ വാരി വെതറാന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത് വേണം. കാരണം നമ്മൾ ചലഞ്ചാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് ഭയങ്കര ഡൗൺ ആയി പോകാതെ ഈ ചലഞ്ചിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളത് കൂടെ നമുക്ക് അവർ പറഞ്ഞു കൊടുത്താൽ അവർ മുന്നിലോട്ട് ഓടും, പറക്കുന്നവരായിട്ട് മാറും. നമ്മൾ ചലഞ്ചാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കാതെ അവരെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യുക, കത്തിക്കുക, ഫയറങ്ങിടുക. ഫയറിട്ട് ഞാൻ കത്തിക്കുള്ളൂ, അത് പ്രശ്നമില്ല. അതിനുള്ള ഫ്യൂവലാണ് നമ്മുടെ ഫാദർ ജീമോൻ ജോസ്. അച്ഛൻ്റെ ഓരോ വാക്കുകൾ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഫയറിനെ എന്താ അങ്ങനെ കൊളുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്, അതിനെ ആളി കത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കൊന്ന് ഈ ഒരു മഴക്കാലത്ത് നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഇപ്പം പലരും ഇപ്പൊ നമ്മുടെ ഒരു ഉയരെന്നുള്ള ഒരു സബ്ജക്റ്റിൽ മാത്രമല്ല, ഏതൊരു ഫീൽഡിലാണെങ്കിലും അച്ഛൻ പറഞ്ഞ കാര്യം ചലഞ്ചസ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാം എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി നേരെ പാട്ടുകളിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം ഈ ഫീൽഡിലെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് കേട്ടറിയാം ഉയരയിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. എഡിറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് മിക്സിംഗ് ആയിക്കോട്ടെ, മീഡിയ ഫീൽഡിലെ എന്തൊക്കെ കോഴ്സുകൾ ഉണ്ടെങ്കിൽ, എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായിക്കോട്ടെ, ഇതൊക്കെ പഠിക്കാനായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വശം, ഇതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന വാക്കുകളാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഉയരയിലൂടെ. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ജീമോൻ ജോസ്, HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഫ്രം BVM ഹോളി ക്രോസ് കോളേജ്, ചേർപ്പുങ്കൽ. അച്ഛൻ നമ്മൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മൾട്ടിമീഡിയ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാം ഈ ഒരു കോഴ്സിന് ഒരുപാട് ഗാഡ്ജറ്റ്സ് അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പം ക്യാമറ വേണ്ടി വരുമായിരിക്കും, ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ അനിവാര്യമാണ്. പക്ഷേ
ഇത് പഠിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ഇപ്പം പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ആഗ്രഹത്തിന് ഓഫ് കോഴ്സ് അവർ പഠിക്കുന്നതായിരിക്കും. അപ്പം ഈ കോളേജുകൾ എങ്ങനെയാണ് ഈ ഒരു ഗാഡ്ജറ്റ്സ് നേടാനായിട്ട്, അല്ലെങ്കിൽ കോളേജുകൾ എങ്ങനെയാണ് ഇത്തരം രീതിയിൽ എങ്ങനെയാണ് ഇത് ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യമാണ്. കാരണം ഒരുപാട് കുട്ടികൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികൾ ഈ ഒരു കോഴ്സിനോട് താല്പര്യം കാണിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഒരു അഡ്മിഷൻ സമയമായതുകൊണ്ട് ചെറുപ്പങ്ങ കോളേജിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, അഡ്മിഷന് വേണ്ടി വരുന്ന ഒരാൾ, എൻക്വയറിക്ക് വരുന്ന ഒരാളോട് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു കൗൺസിലിംഗ് ഉണ്ട്. ഒരു കൗൺസിലിംഗ്, നമ്മുടെ ആ കോഴ്സിനെ ബന്ധപ്പെട്ട് കൗൺസിലിംഗ് നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാവരും, കൂടുതൽ പേരൻസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് ഇത്രയും പൈസ ആവും, കോഴ്സ് പഠിക്കണമെങ്കിൽ ഒരു പൈസ എമൗണ്ട് ആവും, അതുകൂടാതെ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ മേടിക്കണം. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്യാമറ മസ്റ്റാണ്, സിസ്റ്റം ലാപ്ടോപ്പ് മസ്റ്റാണ്. ആനിമേഷൻ അതുപോലുള്ള കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ക്യാമറ വേണ്ട എങ്കിൽ പോലും സിസ്റ്റം അല്ലെങ്കിൽ ലാപ്ടോപ്പ് മസ്റ്റാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ കോളേജുകൾ സഹായിക്കുന്നത്, ഞാൻ അവിടെ കണ്ട BBME കണ്ട ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവിടെയുള്ള സ്റ്റുഡൻസിനെല്ലാം നമുക്കൊരു കമ്പ്യൂട്ടർ ലാബ് സിസ്റ്റത്തിൽ ഓരോരുത്തർക്കും ഓരോ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പം ക്ലാസ് ടൈമിന് ശേഷവും ഇപ്പം കോളേജിൽ, ചെറുപ്പങ്ങ കോളേജിന്റെ പ്രത്യേകത പറഞ്ഞാൽ രാവിലെ 9 തൊട്ട് 1:15 വരെയാണ് ക്ലാസ്. 1:15 വരെയുള്ള ക്ലാസ് സമയത്ത് നമ്മൾ കൃത്യമായ ലാബ് അസൈൻ ചെയ്ത് ടൈം ടേബിൾ ഇടും. അപ്പം ടൈം ടേബിൾ ലാബ് ക്ലാഷ് വരാത്ത രീതിയിൽ ടൈം ടേബിൾ. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിൻ്റെ കോഴ്സ് ഒരാൾക്ക് എടുക്കുമ്പം ഇപ്പുറത്ത് നമുക്ക് എഡിറ്റിങ്ങിൻ്റെ കോഴ്സ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ടൈം ടേബിൾ ഫാക്കൽറ്റീസിൽ അഡ്ജസ്റ്റ് ചെയ്തിടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ക്ലാഷ് വരാത്ത രീതിയിൽ ഇവർക്ക് കമ്പ്യൂട്ടർ ലാബിൽ ഓരോരുത്തർക്കും ഓരോ കുട്ടിക്കും നമുക്ക് 40 കമ്പ്യൂട്ടർ, ഇതേ ഫെസിലിറ്റി ഉള്ള സിസ്റ്റങ്ങൾ, കാര്യങ്ങളെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉള്ള കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ആ 40 കുട്ടികൾ അതിനകത്തോട്ട് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ കൃത്യമായി അവരുടെ ടീച്ചർ അവരുടെ പാനലിൽ കൃത്യമായിട്ട് എഡിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന വിഷയത്തിന് കൃത്യമായിട്ട് കാണിക്കുമ്പം ആ കുട്ടികൾക്ക് അവരുടെ സിസ്റ്റത്തിൽ, അവർക്ക് തന്നിരിക്കുന്ന ആ ലാബിലെ സിസ്റ്റത്തിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ കുട്ടി ഫസ്റ്റ് ഇയർ മുതൽ പോകുന്നവരെ അതേ സിസ്റ്റത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സിസ്റ്റത്തോട് അവനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു, താല്പര്യം ഉണ്ടാവുന്നു. പിന്നീട് ഉച്ച വരെയുള്ള സമയം ഞാൻ പറഞ്ഞല്ലോ, 9 തൊട്ട് 1:15 വരെയുള്ളതാണ് നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച്. ഉച്ച കഴിഞ്ഞിട്ട് ഇവന് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇവൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. അതിനുള്ള സാധ്യത അവിടെ ഉണ്ട്. അവനൊരു വർക്ക്, ഒരു ആൽബം ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ആ സിസ്റ്റം ഉണ്ട്, അവൻ ആ സിസ്റ്റത്തിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. അപ്പൊ അവന് വീട്ടിൽ പോയി കമ്പ്യൂട്ടർ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അസ്വസ്ഥപ്പെടേണ്ട, പരാതിപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. അവൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഒരു വലിയൊരു സവിശേഷത ഈ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം പ്രത്യേകിച്ച് ഇതൊരു കോമ്പറ്റീറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പം വർക്ക് ഫ്രം ഹോം എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒരു സ്ഥലത്തോട്ട് നമ്മൾ വർക്കിന് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിനൊക്കെ ആയിട്ട് പോകുമ്പം നമുക്ക് ഈ അവൈലബിലിറ്റി കിട്ടില്ല. അപ്പോൾ ഒരു സിസ്റ്റം നമുക്ക് വേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ കൂട്ടുകാരുടെ കൂടെ, നമുക്ക് കൂട്ടുകാരുടെ സൗഹൃദം എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരുമിച്ച് നമുക്കുള്ളത് അവരുമായിട്ട് പങ്കുവെക്കുന്നു, അവർക്കുള്ളത് നമ്മളുമായിട്ട് പങ്കുവെക്കുമ്പം നമുക്ക് ചില സമയങ്ങളിലൊക്കെ അവരുടെ സിസ്റ്റം ഉപയോഗിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. കോളേജ് ഈ ഒരു ഫെസിലിറ്റി തരുമ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം കോളേജ് തരുന്ന ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം കോളേജിലായിരിക്കും ആ സംഗതികളെല്ലാം ഉപയോഗിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ക്യാമറ, കോളേജിന് ക്യാമറകളുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമ്മൾ കോളേജിൽ നിന്ന് ക്യാമറ അവൈലബിൾ ആക്കും. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കോളേജിൽ നമുക്ക് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ക്യാമറ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു എക്യുപ്മെന്റ് റൂമിൽ കൃത്യമായി എഴുതി തിരിച്ചെടുത്ത് വെക്കണം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന് പറ്റില്ല. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പക്ഷെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്ന പല അധികം സാധനങ്ങളുണ്ട്. അത് നമ്മൾ റെന്റും മേടിക്കാതെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ റോഡിന്റെ മൈക്ക്, 2 പേർക്ക് സംസാരിക്കാൻ പറ്റുന്ന റോഡിന്റെ മൈക്ക് ഈ കുട്ടികൾക്ക് നമ്മൾ കോളേജിൽ നിന്ന് അവൈലബിൾ ആക്കും. ആ റോഡിന്റെ മൈക്കിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ 30,000 രൂപയാണ് ആ റോഡിന്റെ ഒരു മൈക്കിന് കിട്ടുന്നത്. അപ്പം കുട്ടികൾക്ക് അതൊരു അവിടെ ബുക്കിൽ രജിസ്റ്റർ എഴുതി വെച്ചാൽ മതി. നമ്മൾ അതിന് റെന്റും കാര്യങ്ങളും ഒന്നും മേടിക്കുന്നില്ല. അപ്പം ആ പാവപ്പെട്ട കുട്ടികളാണെങ്കിലും കൂടുതലുള്ള പൈസ സാമ്പത്തികമായി ഉള്ള കുട്ടികളാണെങ്കിൽ പോലും ഇവർക്ക് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കോളേജ് അതൊക്കെ ഫ്രീ ആയിട്ട് ഒരു പെർമിഷൻ ലെറ്റർ അവർ എഴുതി കൊടുക്കുന്നു. കൃത്യസമയത്ത് അവർ തിരിച്ചു കൊണ്ടിരുന്നു. കേടുപാടുകളുണ്ടോ എന്ന് നോക്കുന്നു, ഇല്ല, ഒന്ന് ഉറപ്പ് വരുത്തുന്നു, നമ്മൾ അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അങ്ങനെ ലൈറ്റ് വളരെ പ്രധാനപ്പെട്ട ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കോളേജിൽ അവൈലബിൾ ആയതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ബുദ്ധിമുട്ടുള്ള പിള്ളേരെ നമുക്ക് കൊടുത്ത് സഹായിച്ച് അവരെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഒരു ഇക്വാലിറ്റി നമ്മളവിടെ കീപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇക്വാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. അത് അധ്യാപകർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അവിടെ കാര്യങ്ങളെല്ലാം നമുക്ക് ആർക്കും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ, ഒരു സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആ കാര്യങ്ങളെല്ലാം എടുത്ത് ഉപയോഗിച്ച് വളരാനായിട്ടുള്ള സാധ്യതകൾ ഈ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ലെവലിലേക്ക് അവൻ വളരാൻ ആഗ്രഹിക്കുമ്പോഴാണ് അവൻ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ടൊരു സിസ്റ്റം വേണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു എക്യുപ്മെന്റ് വേണം എന്ന് ചിന്തിക്കുമ്പം നമുക്ക് അവൻ പതിയെ അതിനുള്ള സാമ്പത്തിക ശേഷി കണ്ടെത്തുകയാണ്.
ഒരു ഉദാഹരണം പറയാം. എൻ്റെ അവിടെ പഠിച്ച ഒരു കൂട്ടുകാരൻ, അവൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് അവനൊരു ചെറിയൊരു ക്യാമറ എടുത്തു, ചെറിയൊരു ലെൻസ് എടുത്തു. അപ്പം അങ്ങനെ അവൻ തുടങ്ങിയ സമയത്ത് അവൻ ചെറിയ ചെറിയ മാമോദീസ പോലെയുള്ള ചെറിയ ഇവൻറ്റുകൾക്കൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തുടങ്ങി. ഫോട്ടോ എടുത്തു തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ആളുകൾക്ക് വിളിക്കുന്നുണ്ട്, അവനെ വർക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെ. അവൻ ആ സ്ഥലങ്ങളിൽ കുറച്ച് ഇതായി വന്നപ്പോഴത്തേക്കും കല്യാണത്തിനൊക്കെ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ അവൻ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി. അവൻ ലോൺ എടുത്തിട്ടാണ് ക്യാമറ എടുത്ത്, ആ ലോൺ പതുക്കെ അടഞ്ഞു തീർന്നു. അവൻ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി. അങ്ങനെ അവൻ പതുക്കെ വളർന്നു. അവൻ പഠിക്കാനും വർക്ക് ചെയ്യാനുമുള്ള താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ഇന്ന് ഒരു ദിവസം 20,000 രൂപ സമ്പാദിക്കുന്ന ഒരാളാണ് വർക്കുണ്ടെങ്കിൽ. അവൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു, ജിംബിലെ ഷൂട്ട് ചെയ്യുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. അത് കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ്. കമ്പനി കാര്യങ്ങളൊന്നും പറയുന്നില്ല. എങ്കിൽ പോലും ആ കമ്പനിക്ക് വേണ്ടിയിട്ട് അവൻ ഒരു വർക്ക് ചെയ്യുമ്പം അവന് ഒരു വർക്കാണെങ്കിൽ അവന് 10,000 രൂപ കിട്ടും. 2 വർക്കാണ്. അപ്പം ആ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവെൻഷൻ സെന്ററാണ്. കൺവെൻഷൻ സെന്ററിന് വേണ്ടിയിട്ട് അവിടെ നടക്കുന്ന പ്രോഗ്രാമുകളുടെ, ആക്ടിവിറ്റികളുടെ, ഇവന്റ്സുകളുടെ വീഡിയോഗ്രാഫി ചെയ്യാൻ മാത്രമുള്ള അവൻ്റെ ഉത്തരവാദിത്വം. അവനത് ചെയ്യുമ്പോൾ അവന് എമൗണ്ട് കിട്ടുന്നു. എമൗണ്ട് കിട്ടി അവൻ സാറ്റിസ്ഫൈഡ് ആണ്. അവന് കാറ് മേടിച്ചു, അടുത്ത ലെവലിലേക്ക് വളർന്നു. അവൻ 2ാമത്തെ ഒരു ക്യാമറ മേടിച്ചു, വളർന്നു. അപ്പോൾ പതിയെ ഇത് ആദ്യമേ ചെന്നൊരു വലിയ കമ്പ്യൂട്ടറോ വലിയ ക്യാമറയോ മേടിക്കരുത്. ഈ ഒരു കോഴ്സിന് പോകുന്നിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമേ ചെന്നൊരു കോഴ്സിന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ മേടിക്കരുത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അധ്യാപകരോട് ചോദിച്ചിട്ട് അവരോട് സംസാരിക്കുക. അപ്പം നിങ്ങൾ അവരെ സഹായിക്കും ഈ കാര്യത്തിൽ. എന്താണ് ഒരു വലിയ വില കൂടി ക്യാമറയ്ക്ക് പകരം ഒരു ബേസിൽ നിന്ന് പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്തുക. ഞാൻ സോണിയുടെ ആൽഫ 6400 എന്ന് പറഞ്ഞ ക്യാമറ ഉപയോഗിച്ച് തുടങ്ങിയ ആളാണ്. അവിടെ നിന്നാണ് ഞാൻ സോണി 7M3 പ്രൊഫഷണൽ ക്യാമറയിലേക്ക് മാറിയത്. അതൊരു വളർച്ചയുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ച ലെൻസുകൾ, അതെല്ലാം ഓരോ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. അപ്പം എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. എന്ന് പറഞ്ഞതുപോലെ കുട്ടികൾ ഈ ഒരു കോഴ്സ് എടുക്കുമ്പം നിങ്ങളെ കോളേജ്, പ്രത്യേകിച്ച് ഞങ്ങളുടെ കോളേജ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു കോഴ്സ് എടുക്കുന്ന ഒരാൾ ചാടിക്കേറി ഒരു സാധനം മേടിക്കാതിരിക്കുക. കൃത്യമായിട്ട് പഠിച്ചറിഞ്ഞിട്ട് മാത്രം മേടിക്കുക. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങളിൽ നിങ്ങളുടെ സാമ്പത്തിക ശേഷി മാറ്റിവെച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫേം ഉറപ്പിക്കാനായിട്ട് അല്ലേ, അതങ്ങനെ പറ്റും. അതാണ് അച്ഛനെ ഓർമ്മിപ്പിച്ചു തന്നത്. അപ്പോൾ എന്തായാലും അത് BVM കോളേജിന്റെ ഒരു ഫീച്ചറാക്കി അത് നമ്മൾ എന്നും അത് പറയുന്നത് തന്നെ ആയിരിക്കണം. യെസ്. അപ്പോൾ എന്തായാലും ആ ഒരു ഇക്വാലിറ്റി ആ കുട്ടികളിലേക്ക് അതൊരു ഒരു യൂണിറ്റി പകരുക എന്നുള്ളൊരു സംഭവം. എന്തായാലും ഇങ്ങനെയൊക്കെ പല കോളേജിൽ നമ്മൾ അറിയാതെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മളിപ്പോൾ BVM കോളേജിന് അതിനൊരു ബിഗ് അപ്രിസിയേഷൻ നമ്മൾ കൊടുക്കുക തന്നെ വേണം. ആ ഒരു കുട്ടികളെ അതുപോലെ ഒരുപോലെ തന്നെ ഒരേ കണ്ണിൽ കാണാൻ പറ്റുന്നതിന്. അപ്പോൾ എന്തായാലും ഇനിയും ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേൾക്കാം, അറിയാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഫാദർ ജീമോൻ ജോസ്, HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഫ്രം BVM ഹോളി ക്രോസ് കോളേജ്, ചേർപ്പുങ്കൽ. അച്ഛന് ഈ ഒരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു നിമിഷം വരെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ്, നമുക്ക് ഒരു മനസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, ആ ടെക്നിക്കൽ സ്കില്ല് നമ്മൾ വർദ്ധിപ്പിക്കാനല്ല അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു ക്രിയേറ്റീവ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സുമായിട്ട് ഈ ഒരു ഫീൽഡിൽ നമുക്ക് പറന്നുയരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് സംസാരിച്ചു. എന്നുവെച്ചാൽ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം അച്ഛൻ പറഞ്ഞു, ഇപ്പം വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലായിക്കോട്ടെ, മൾട്ടിമീഡിയയിലായിക്കോട്ടെ, ഒരു ഫിലിമിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഒരു കുട്ടിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന് ആൾക്ക് താല്പര്യമില്ല, ഫോട്ടോഗ്രാഫിയിലാണ് കൂടുതൽ അവർക്ക് മികവ് പുലർത്താനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പഠിക്കുന്നതിൽ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ഇത് കൊടുക്കാനായിട്ട് പറ്റില്ല, സോള് ഫുള്ള് കൊടുത്തിട്ടും അങ്ങോട്ട് കയറാൻ പറ്റണില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ ഒരു കരയ്ക്കെടുക്കാനായിട്ട് ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങൾ, എങ്ങനെയാണ് അവനെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് എന്താണ് അവൻ ചെയ്യേണ്ടത്? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പല കുട്ടികൾക്കും പല കഴിവുകളാണ് ഉള്ളത്. ഇത് എല്ലാ കഴിവുകളുള്ളവർ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ വളരെ ചുരുക്കമായിരിക്കും, 100-ൽ 1-ഓ 2-ഓ ഒക്കെ ആയിരിക്കും എല്ലാ കഴിവുകളുള്ള കുട്ടികളായിട്ട് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ചിലപ്പം എഡിറ്റിങ്ങിനോട് താല്പര്യമുള്ള ആൾക്ക് ഫോട്ടോഗ്രാഫി താല്പര്യമില്ലായിരിക്കും.
സ്ക്രിപ്റ്റിംഗ് താല്പര്യമായിരിക്കും. ഇപ്പം സ്ക്രിപ്റ്റിംഗ് താല്പര്യമുള്ള ഒരാൾക്ക് ഫോട്ടോഗ്രാഫിയോട് താല്പര്യമായിരിക്കും. എഡിറ്റിംഗ് പല കഴിവുകൾ പല തരത്തിലും വരുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുമ്പം നമ്മൾ ബേസിക്കായിട്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പാസ്സാവേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പം ഈ ഒരു കോഴ്സ് പാസ്സാവാൻ എനിക്ക് എങ്ങനെ കഴിയും എന്നുള്ളത് ഈ കുട്ടി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനാണ് അവനെ സഹായിക്കുന്ന അവൻ്റെ സൗഹൃദം, അവൻ്റെ ബാച്ചുകാർ, അവൻ്റെ കൂടെയുള്ള അവൻ്റെ കൂട്ടുകാർ അവനെ സഹായിക്കും. അത് ഞാൻ പലപ്പോഴും പല അവസരങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഫോട്ടോഗ്രാഫിയോട് താല്പര്യം അത്രമേലില്ലെങ്കിൽ പോലും അവനെ സഹായിക്കാനായിട്ട് അവൻ്റെ കൂടെയുള്ളവർ കൂടെ നിൽക്കും. അതായത് നമ്മളിപ്പം ഞങ്ങളുടെ ഒരു പ്രത്യേകത, അത് പല കോളേജുകളിലും ഉള്ളതാവാം, ഞാൻ പല കോളേജ് ശ്രദ്ധിച്ചിട്ടില്ല, എങ്കിലും ഞങ്ങൾ ഒരു 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 പ്രോഗ്രാമിന്, അതായത് പ്രത്യേകിച്ച് പിള്ളേരെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു 1 വീക്ക് നമ്മൾ ഒരു കോളേജ് വരാതെ ഇവർക്ക് വർക്കിനായിട്ട് നമ്മൾ മാറ്റിവെക്കും. ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഒരു വിഷയത്തിന് കീഴിൽ വരുന്ന ഒരു സംഗതിയാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ആ ഡയറക്ഷൻ്റെ കീഴിൽ അവർക്കൊരു പ്രൊജക്റ്റ് ചെയ്ത് വെക്കണം. 5 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ആണെന്ന് വിചാരിക്കുക. 5 മിനിറ്റ് ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ഒരാഴ്ച നമ്മൾ ഇവർക്ക് ലീവ് കൊടുക്കും. അതായത് വിത്ത് ഹാജർ, അറ്റൻഡൻസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് ജിയോ ടാഗ് ഫോട്ടോകളെല്ലാം ഇവർ അയച്ചു തരണം. അപ്പം അങ്ങനെ ഈ കുട്ടികളെ വിടുമ്പോൾ തന്നെ വിടുവല്ല, ഈ കുട്ടികളെ വിടുമ്പോൾ നമ്മൾ ഇതിൽ കഴിവുകളുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഗ്രൂപ്പ് തിരിച്ചു വിടും. ഇപ്പം 40 കുട്ടികളുണ്ടെങ്കിൽ ഒരു 6 പേര് 7 പേരടങ്ങുന്ന ആ ഗ്രൂപ്പുകളായിട്ടായിരിക്കും നമ്മളവർ വിടുന്നത്. ആ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും വിവിധ കഴിവുകളുള്ള കുട്ടികൾ വരുമ്പോഴത്തേക്കും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഇവരുടെ പ്രൊജക്റ്റ് വർക്കുകൾ പൂർത്തിയാക്കാൻ പറ്റും. കാരണം ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിന്റെ ഔട്ട് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണ്. അതിനകത്ത് അഭിനയിക്കാൻ ആളുണ്ടാവണം, അതിനു മുമ്പ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം. സ്ക്രിപ്റ്റ് നമ്മളത് തിരക്കഥ, സംഭാഷണ, സംവിധാനം എല്ലാം എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹമാണ് ചെയ്യുന്നതെങ്കിലും ഒരു ടീം അതിൻ്റെ പുറകിലുണ്ടാവും. അങ്ങനെ ടീമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവർക്ക് വർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഒറ്റയാൾ പോരാട്ടം ഇവിടെ ഇല്ല. മീഡിയ ഫീൽഡിൽ ഒറ്റയാൾ പോരാട്ടം ഇല്ല. കാരണം അതിനകത്ത് സഹായിക്കാൻ ഒരുപാട് പേര് വേണം. ഇപ്പം നമ്മളൊരു സംഗതി പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യാൻ വേറൊരാൾ വേണം, എഡിറ്റ് ചെയ്യുന്ന എയറിലാക്കാൻ വേറൊരാളാവാം. അങ്ങനെ ഗ്രൂപ്പ് അത് കൃത്യമായിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഗ്രൂപ്പായിട്ട് തിരിച്ചു വിടുമ്പം അവരെ സഹായിക്കാൻ കൂടെയുള്ളവരുണ്ടാവും. അപ്പോൾ ഒരു പിയർ ടീച്ചിങ്ങിന്റെ ഒരു സെറ്റപ്പ് കോളേജിൽ തന്നെ വന്നു. നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലായാലും പിന്നീട് ചോദിക്കും, ചിലപ്പോൾ കുട്ടികൾക്ക് മടിയുണ്ടാവും. ഞാൻ അച്ഛൻ എന്ന നിലയിൽ പിന്നീട് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവാം. പക്ഷെ ഞാൻ കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരാളെ പഠിപ്പിച്ചു കഴിയുമ്പം നീ അടുത്ത ആളെ പഠിപ്പിക്കണം. അതപ്പോൾ അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഞാൻ ക്യാമറ കൊടുക്കും. ആ ക്യാമറ കൊടുക്കുമ്പോഴത്തേക്കും അവൻ അടുത്ത ആളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കൂടെയുള്ള എല്ലാവരും പെട്ടെന്ന് അങ്ങ് പഠിച്ചെടുക്കും. കാരണം എൻ്റെ സംസാര ഭാഷ, എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവില്ല, കുട്ടികൾ തമ്മിൽ സംസാരിക്കും, വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ കൂടെയുള്ളവർക്ക് പഠിക്കാനും ചെയ്യാനും പറ്റും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ പ്രൊജക്റ്റുകളൊക്കെ കൂടെയുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്തു വെക്കുക. എന്ന് വെച്ചാൽ കോപ്പിയടി പരിപാടിയല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കൂടെയുള്ളവരോടൊപ്പം ചേർന്നിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ പലവരും പ്രത്യേകിച്ച് MA ഒക്കെ സിനിമ, ടെലിവിഷൻ അല്ലെങ്കിൽ മൾട്ടിമീഡിയ എടുത്തവർ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവർ ചെയ്യുന്ന പറഞ്ഞാൽ അവർ ഗ്രൂപ്പാണ്. അതിനകത്ത് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളുണ്ടാവും, ക്യാമറ ചെയ്യുന്ന ഒരാളുണ്ടാവും, ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവും, ആക്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും. ഇങ്ങനെ ഒരു 4 പേര് 5 പേര് ഒരുമിച്ച് വരും. അങ്ങനെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളെ സിനിമാറ്റോഗ്രാഫിയുടെ ഒരു ബേസിക്സ് പഠിപ്പിച്ച ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് ഫാദർ റോയ് കാരക്കാട്ട് കപ്പൂച്ചനാണ്. അച്ഛൻ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അച്ഛൻ സിനിമ ചെയ്ത് അശോകൻ അതൊക്കെ അഭിനയിച്ച കാറ്റിനരികെ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമ ചെയ്തത് അച്ഛൻ്റെ കൂടെ പഠിച്ച, അച്ഛൻ MA മൾട്ടിമീഡിയ പഠിച്ചപ്പോൾ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഈ കഥയ്ക്കും തിരക്കഥയ്ക്കും അതുപോലെ തന്നെ ക്യാമറയൊക്കെ ചെയ്യാനും അച്ഛനോടൊപ്പം നിന്ന്. അച്ഛൻ ഡയറക്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ അച്ഛൻ. അപ്പൊ ആ ടീമിന്റെ ഒരു വർക്കായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആ സിനിമ. അച്ഛൻ ഇപ്പൊ PhD എല്ലാം കഴിഞ്ഞു. ആ PhD ഭാഗമായിട്ടാണ് ഈ സിനിമ ചെയ്തത്. എങ്കിൽ പോലും അച്ഛനോടൊപ്പം എല്ലാവരും കൂടെ ചേർന്നിരുന്ന് മുന്നോട്ട് പോയതുകൊണ്ടാണ് വർക്ക് ഒരു ഔട്ട് വന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, ഒരാൾ തന്നെയല്ല, ഒറ്റയ്ക്ക് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ കഴിയില്ല. ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടൊരു കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കൂട്ടുകാരുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള അധ്യാപകരുണ്ട്, അവർ പറഞ്ഞു തരും. അങ്ങനെ അത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിന് രണ്ടാമതൊരു കാര്യമുണ്ട്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാകും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചാണോ എന്ന്. ചില കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്, ഞാൻ പ്രതീക്ഷ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ കുറേയധികം കുട്ടികൾ സെലക്റ്റീവാണ്. അവർ കൃത്യമായ സിലബസ് മനസ്സിലാക്കി എന്തൊക്കെ കോഴ്സുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. എന്നിരുന്നാൽ പോലും സിലബസ് നോക്കിയാൽ അതിൻ്റെ ഉള്ളിലേക്ക് അകക്കാമ്പിലേക്ക് കുട്ടികൾ ഇറങ്ങി ചെല്ലണമെന്നില്ല. അപ്പം ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടുന്നില്ലല്ലോ എന്ന് വരുമ്പോഴത്തേക്കും അതിനൊരു
ആഡ് ഓൺ പോലെയുള്ള കോഴ്സുകൾ നിലവിൽ കോളേജിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പം യൂണിവേഴ്സിറ്റി സിലബസിൽ ഇല്ലാത്തൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചവരെയുള്ള കോഴ്സ് ഫൗണ്ടേഷനാണ്, ഉച്ചകഴിഞ്ഞ് ഫ്യൂച്ചറാണ്. ഉച്ചകഴിഞ്ഞ് ഫ്യൂച്ചറിൽ ഇവന് വേണ്ട ഒരു കാര്യം കൊടുക്കാൻ നമ്മളൊരു ഫാക്കൽറ്റി അവിടെ ഉണ്ട്. അപ്പം അവന് ആ കീഴിൽ ചെന്നിട്ട് 1 മണിക്കൂർ സമയം അത് പോയി പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ കോളേജിൽ നോർമലി കോഴ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം പഠിക്കാനായിട്ടും ചെയ്യാനായിട്ടുള്ള വലിയൊരു സമയം അവിടെ ഉണ്ട്. അവന് വളരാനും പറ്റും. അത് ബെനിഫിഷ്യൽ ആയിട്ട് അവന് മാറ്റാൻ വേണ്ടി പറ്റും. ഇതൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ നമ്മൾ അങ്ങോട്ടും പഠിച്ച് ഇങ്ങോട്ടും പഠിച്ച് ഒരു പിയർ ടീച്ചിങ് മെത്തേഡ് കോളേജ് കൃത്യമായിട്ട് കാണുന്നൊരു മെത്തേഡാണ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റും വളരെ സിമ്പിളായിട്ട് എഴുതിയെടുത്ത് പോകാം. നമ്മുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്ത് പരീക്ഷ വളരെ കുറവാണ്, കൂടുതലും പ്രാക്ടിക്കൽ ആൻഡ് പ്രൊജക്റ്റുകളാണ്. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. എന്നാലും ഈ എളുപ്പമായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് കാണാത്ത കുട്ടികളുണ്ട്. പലപ്പോഴും ഞാൻ ഈ കുട്ടികളോട് ദേഷ്യപ്പെടാറല്ല, ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്നും രാവിലെ പരീക്ഷയുടെ രാവിലെ ഒപ്പിടാൻ വേണ്ടി വന്നേക്കുന്നത്, ഇനി ഞാനത് സമ്മതിക്കത്തില്ല എന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ വീണ്ടും എൻ്റെ അടുത്ത് അച്ഛാ ഒരു ഒപ്പ് വേണമെന്ന് പറഞ്ഞ്, ചെടിയുടെ ഒപ്പ് വേണമല്ലോ പരീക്ഷ വേണമെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളൊരു കരുണയായിപ്പോയി, അച്ഛനായി പോയത് കൊണ്ട് നമ്മൾ ഒപ്പിട്ട് മനസ്സലിവ് അറിയാതെ ആയി പോവാണ്. ദേഷ്യപ്പെടുമെങ്കിലും മനസ്സലിവ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കും. കാരണം അവരെങ്കിലും ഭാവി മുന്നോട്ട് പോകട്ടെ, വിഷയം കയറി പോകട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അവരെ സഹായിക്കാറുണ്ട്. അവർ വർക്ക് ചെയ്ത് വെക്കാറുണ്ട്. ആ ഒരു സ്നേഹം കുട്ടികൾക്ക് പൊതുവെ ടീച്ചേഴ്സിനെല്ലാം ഉണ്ടാവാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും മൾട്ടിമീഡിയ ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ എന്നൊരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ചില കാര്യങ്ങൾ അച്ഛന് നമ്മളോട് പറയാനായിട്ടുണ്ട്. അതെന്താണ് എന്നുള്ളത് പാട്ടുകൾക്ക് ശേഷം നമ്മൾ കേട്ടറിയുന്നതായിരിക്കും ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. മൾട്ടിമീഡിയ ആൻഡ് വീഡിയോ പ്രൊഡക്ഷൻ എന്ന കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇന്നതാ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മീഡിയ ഫീൽഡിൽ വേണ്ട പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഫീൽഡിലുള്ളത്, അതിനെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഫേസ് ചെയ്യാം, എങ്ങനെ നമ്മൾ അതിനെ അഭിമുഖീകരിക്കണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉള്ളത് ഫാദർ ജീമോൻ ജോസ് HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഫ്രം BVM ഹോളി ക്രോസ് കോളേജ്, ചെറുപ്പുങ്കൽ. അച്ഛാ, ഈ ഒരു ഫീൽഡിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരമായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരുന്നത്. ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്. ഈ ഒരു ഫീൽഡിലേക്ക് എനിക്ക് കടക്കണമോ വേണ്ടയോ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ ആയിട്ട് എന്താണ് അച്ഛന് പറയാനായിട്ടുള്ളത്? നമ്മളുടെ ഒരു താല്പര്യം ആദ്യമേ നമ്മൾ കണ്ടെത്തണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഈ കുഞ്ഞിൻ്റെ താല്പര്യം എന്താണെന്ന് കണ്ടെത്തണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവന് ഏതാണ് കഴിവ് എന്നുള്ളത് കണ്ടെത്തി ചില ചാക്കോമാഷന്മാരാകാതെ ഈ കഴിവ് കണ്ടെത്തി ഈ കുട്ടിയെ വളർത്താനായിട്ട് എനിക്ക് ഡോക്ടറാകാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഡോക്ടറാവണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു മനസ്ഥിതി മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ കുഞ്ഞിൻ്റെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി ഇവനെ വളർത്താൻ, ഇവനെ ആ മേഖലയിലേക്ക് വളരാൻ വിട്ടുകൊടുക്കുന്ന ഒരു മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ ആ കുഞ്ഞ് വളരും, ഉറപ്പാണ്. പക്ഷെ അവൻ്റെ മേലൊരു കണ്ണുണ്ടാവണം. ചുമ്മാ അഴിച്ചുവിടാനുള്ള പ്രവണതയല്ല കൊടുക്കേണ്ടത്. ഈ എന്താണ് അവൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി അതിനുള്ളൊരു സാധ്യത ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ നമുക്ക്, പ്രത്യേകിച്ച് ഈ ഒരു മേഖല ഒരുപാട് സാധ്യതകളുണ്ട്. അത് പലരും പലപ്പോഴും തിരിച്ചറിഞ്ഞത്, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കാണ് ആ കാര്യത്തിൽ ഒരു ഭയങ്കര അവരാണ് പ്രത്യേകിച്ച് പലരും അവസരം പറയുന്നുണ്ട്. പക്ഷേ ഡിഗ്രി പഠിച്ച് ജോലി കിട്ടുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ജോലി ഉറപ്പാണ്. അത് നമ്മൾ അവനെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ ഉറപ്പാണ് സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. ഇനി കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിനോട് ഇൻട്രസ്റ്റ് ആദ്യമേ കാണിച്ചു. ഈ ഇൻട്രസ്റ്റ് ആദ്യം കാണിച്ചാൽ മാത്രം പോരാ, അത് അവസാനം വരെ ഉണ്ടായിരിക്കണം. നിങ്ങളൊരു വർക്ക് ചെയ്ത് അവസാനിപ്പിക്കുന്നത് വരെ ആ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ എപ്പോഴും കൊടുത്തു കഴിഞ്ഞാൽ, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീൽഡ് ഔട്ട് ആവില്ല, 100% ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് ഇന്നും ഈ ലോകത്തൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് നിങ്ങളുടെ ഐഡിയ ആണ്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ്, നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ലാണ്. അത് നിങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അടിപൊളി സംഗതി പുറത്തേക്ക് വരും. അതുകൊണ്ട് വിട്ടുമാറാതെ വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പറക്കാൻ, ഉയരെ പറക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാണ്, വേറെ ഒന്നും നോക്കാനില്ല. ഇനി ഇത് കേട്ട് നിൽക്കുന്ന ചിലപ്പം ഇതിനോട് താല്പര്യമുള്ളവരെ കണ്ടെത്താൻ പ്രവണതയുള്ള ചിലവരൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ പ്രത്യേകിച്ച് ഈ കോഴ്സിന് പറഞ്ഞു വിടണം. പ്രത്യേകിച്ച് പിയർ ഗ്രൂപ്പിലാണ് സംഗതി മനസ്സിലാവുന്നത്. ചിലപ്പം നമ്മളൊരു ഫോണിലെടുക്കുന്ന ഒരു ഫോട്ടോ ആവാം, ഫോണിലെടുക്കുന്ന ഒരു വീഡിയോ ആവാം, എഡിറ്റ് ചെയ്യുന്നൊരു സംഗതി ആവാം. ചിലപ്പോൾ അത് നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും.
ക്വാളിറ്റി കാണുമ്പോഴത്തേക്ക് എടാ നിനക്ക് ടേസ്റ്റ് ഉണ്ടല്ലേ, എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഈ ഒരു കോഴ്സ് പോയി പഠിക്ക് എന്ന് പറഞ്ഞു കൊടുക്കാനും അവനെ സപ്പോർട്ട് ചെയ്യാനും ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ ഉയരങ്ങളിലെത്തും. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സുഹൃത്ത് ഉണ്ട് എന്നുള്ളത് ആ ആസ്വദിക്കുന്ന സൗഹൃദ ബന്ധങ്ങളൊക്കെ നമുക്കിടയിൽ തന്നെ ഉണ്ട്. നിനക്കതിനോട് താല്പര്യം ഉണ്ടല്ലേ, എങ്കിൽ പോയി നീ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നത്. എനിക്കതിനോടൊന്നും താല്പര്യമില്ല, നീ അത് പഠിച്ച് വളർന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വലിയ ബെനിഫിഷ്യറി ആണെന്ന് മനസ്സിലാക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. മാതാപിതാക്കൾക്കും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അവരെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്ന കൂടെയുള്ള സുഹൃത്തുക്കൾക്കും കൊടുക്കാനുള്ള സന്ദേശം ഇതാണ്. ഇതൊരിക്കലും ഫീൽഡ് ഔട്ട് ആകുന്നില്ല. എന്നും നിങ്ങൾ ഫീൽഡിൽ തന്നെ ഉണ്ടാവും. എന്നും വർക്ക് ചെയ്യാനുള്ള ഒരു ഡെഡിക്കേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കായ ഒരു സ്പേസ് ഇന്നും നിലവിൽ ഇവിടെ ഉണ്ട്. ഹാർട്ടി വെൽക്കം. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. ഓക്കെ, അപ്പൊ എന്നാലും ജീമോൻ അച്ഛൻ ഈ ഒരു വേൾഡിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അച്ഛൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഈ ഒരു ഫീൽഡിന്റെ ഫ്യൂച്ചർ എന്നത് പറയുന്നത് ഒരിക്കലും ഒരു നാരോ അല്ല, ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഒരു വാസ്റ്റ് ഏരിയ തന്നെ ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞ തന്നെ എല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഓൾസോ എസ്പെഷ്യലി തുടക്കം മുതൽ അവസാനം വരെ അടുത്തടുത്തടുത്ത് അച്ഛൻ പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തുറന്ന ഒരു അവസരം ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മളെ മനസ്സിലാക്കി ഓരോ കോഴ്സുകളും നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് നിങ്ങളെ ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്യുന്ന അനവധി കോഴ്സുകളായിട്ട് ഉയരയിൽ ഇനിയും എത്തുന്നതായിരിക്കും. സോ എന്തായാലും ഇന്നത്തെ ഉയരെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻഡ് അച്ഛാ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് മാത്രമല്ല, ചെറിയൊരു മോട്ടിവേഷനും കൂടെ അതിന്റെ ഒപ്പം അല്ലേ പറഞ്ഞു കൊടുക്കുക. കേൾക്കുന്നവർ ഒരാളെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഇൻഫ്ലുവൻസറായി. പ്രത്യേകിച്ച് ഹാറ്റ്സ് ഓഫ് സർഗക്ഷേത്ര. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും അച്ഛൻ ഒരു എഡ്യൂട്യൂബർ ആണ്, അതുപോലെ തന്നെ വർക്ക്ഷോപ്സ് എടുക്കാറുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അച്ഛനും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് ഈ ഒരു സമയത്തും നമ്മളോടൊപ്പം ചേർന്നതിന്. സോ എനിവേ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഫാദർ ജീമോൻ ജോസ്, HOD, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് ഫ്രം BVM ഹോളി ക്രോസ് കോളേജ് ചെർപ്പുങ്കൽ. അച്ഛാ, താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ ഇന്നത്തെ ഉയരെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു സൈൻ ഓഫ് പറഞ്ഞോട്ടെ. ഓ ഷുവർ. വിത്ത് ദിസ് ഐ ആം സൈനിങ് ഓഫ് വിത്ത് RJ Joe. I am your Father Tech. Thank you. And you are listening to സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.